ഹായ് ഗൈസ്, ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ ആൾക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങളെ കുറിച്ച്. കൂടുതൽ പ്രാദേശിക കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് കുറച്ച് അന്തർദേശീയ പിന്നെ രാജ്യവ്യാപകമായി രാജ്യികമായി തദ്ദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥലം തിരുവനന്തപുരം അല്ലേ? തിരുവനന്തപുരം അല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി എന്ന് പറയുമ്പോൾ കേരളം. അന്തർദേശീയ ദേശീയ പ്രാധാന്യമുള്ള ദേശീയ പ്രാധാന്യം അതാണ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ടെലിഗ്രാം ബാനാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് നടന്നത്. പിന്നെ നമ്മൾ പഴയലോട്ട് പോകും. നമ്മൾ ടെലിഗ്രാം ബാൻ എന്തുകൊണ്ട് നടന്നു, അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചുവട് പിടിച്ച് ബാക്കി സബ്ജക്റ്റിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ടെലിഗ്രാം ബാനിനെ കുറിച്ചാണ് ഇന്ന് ടെലിഗ്രാം എക്സ്പേർട്ടായ ടെലിഗ്രാം ഞാൻ എക്സ്പേർട്ട് അല്ല. ടെലിഗ്രാം ഞാൻ എന്റെ ആപ്ലിക്കേഷനിൽ ഇല്ല, ഞാൻ ഉപയോഗിക്കാറില്ല. അതാണ് സത്യം. ഇല്ല, ടെലിഗ്രാം ഞാൻ യൂസ് ചെയ്യുന്നു. ടെലിഗ്രാമിൽ ഒരുപാട് സ്റ്റോക്ക് പിക്സ് ഒക്കെ വരും. കുറെ ചാനലുണ്ട്. ഇപ്പൊ ആ സാധനങ്ങൾ 5 ദിവസമായിട്ട് ഡെഡ് ആണ്. സ്റ്റോക്കിന്റെ അത് സ്റ്റോക്കായിട്ട് പിക്സ് അതിപ്പോ അതിന്റെ റെലവൻസി ഇല്ലല്ലോ. ഇല്ലേ എന്തിനാ ഇപ്പൊ സ്റ്റോക്ക് ഫോട്ടോസ് അലാമിയൊക്കെ റിലേറ്റഡ് ന്യൂസ്, പിന്നെ ഈ പെട്ടെന്ന് തൊട്ടുണ്ടാവുന്ന ന്യൂസുകളെല്ലാം അതിനകത്ത് വരും. ന്യൂസുകളുണ്ട്. പിന്നെ ഈ കൊറേ സിനിമ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ബുക്കല്ല, ഈ മറ്റേ PSCയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ. എക്സാം പേപ്പർ അല്ലടാ, ചോദ്യം പേപ്പർ അതല്ല. ഈ PSCക്ക് പഠിക്കുന്നവർക്കൊക്കെ ഈ ഭയങ്കര ലാർജ് ഫയൽസ് ഒക്കെ എപ്പോഴും സെൻഡ് ചെയ്യാനൊക്കെ എളുപ്പം. അല്ല ലാർജ് ഫയൽ സെൻഡ് ചെയ്യാൻ ടെലിഗ്രാം ഞാൻ ഫോണിൽ ഉപയോഗിക്കാറില്ല, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം. അപ്പൊ അന്ന് ചില്ലറ പുള്ളിയല്ല, ഫോണിൽ അവന്റെ ഇതുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. വലിയ പ്രൊസസർ. ഈ ബോട്ട് സർവീസ് ഉണ്ടല്ലോ ഇതിന്റെ, അത് ഭയങ്കര സംഭവം. അത് വേറെ ഒന്നിനും ഇല്ല. ഈ ടെലിഗ്രാമിലെ ബോട്ട് സർവീസ് ഭയങ്കര ഒരു സംഭവമാണ്. പക്ഷെ ടെലിഗ്രാം ഇത്ര വരെ സർവൈവ് ചെയ്തത് തന്നെ എനിക്ക് അത്ഭുതമാണ്. സർവൈവ് ചെയ്തോ? ഇത്ര ആകെ കുറച്ച് ആൾക്കാരെ അതിൽ ജോലി ചെയ്യാനുള്ളൂ. എന്നിട്ട് അവന്മാര് ഭയങ്കര കിട്ടില്ല. ഞാൻ പറഞ്ഞ അല്ലല്ല, പൈറസി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ടല്ലോ. അപ്പോഴും അതൊന്നും വേണമെങ്കിൽ ബാൻ ചെയ്യാൻ, ഇങ്ങനത്തെ ഒരു സാധനം നടക്കുന്നു ബാൻ ചെയ്യാന്ന് പറഞ്ഞ് ബാൻ ചെയ്യുകയൊക്കെ ചെയ്യാം. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇന്ത്യൻ ഗവൺമെന്റ് ആയിട്ട് അവര് ഇത് ചെയ്ത് പോകുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളിലൊക്കെ. അവര് ഇപ്പൊ ലീക്കായ ചാനൽസ് ഏതൊക്കെയാണെന്നുള്ളത് അവര് തന്നെ ബാൻ ചെയ്തിട്ടുണ്ട്. ഈ ടെലിഗ്രാം തന്നെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഗവൺമെന്റുമായിട്ട് ഭയങ്കര സർവീസ് കോറിലേറ്റഡ് ആയി പോകുന്നത്. പക്ഷെ എന്റെ ഫ്രണ്ട് ഇപ്പൊ പറഞ്ഞായിരുന്നു ദൃശ്യം 3 വന്നു, പക്ഷെ കിട്ടണില്ല, ടെലിഗ്രാം കിട്ടണില്ല. ടെലിഗ്രാം ഓണാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം സിനിമ പ്രേക്ഷകർ ഇതിനകത്തുണ്ട്. സിനിമ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്റ്റഡി സാധനങ്ങൾ ഒരുപാട് കുറെ ഇതുണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതൊക്കെ ഈ നമ്മള് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഇന്ന പേയ്മെന്റ് കൊടുത്തിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് ഇവര് തന്നെ അല്ല സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അതിൽ തന്നെ ഇതിന്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ആളുകളോ അൺലിമിറ്റഡ് ആണ്. ഈ ആൾക്കാർ കുറെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വാട്സാപ്പിലൊന്നും അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇത് ഇഷ്ടംപോലെ ആൾക്കാർ ഹാൻഡിൽ ചെയ്യാം. പിന്നെ ഞാൻ പണ്ടൊരു ഏതൊരു സർട്ടിഫിക്കേഷൻ എഴുതാൻ വേണ്ടി ITയിലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ എക്സാം പേപ്പർ നോക്കിയപ്പോഴത്തേക്ക് അതിനൊരു ചാനലുണ്ട് അതിനകത്ത്. സർട്ടിഫിക്കേഷൻ സാധനങ്ങൾ, മൈക്രോസോഫ്റ്റ് സർട്ടിഫിക്കേഷൻ, അതിന്റെ ഡംബ്, അങ്ങനെ നമുക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽസ് കുറെ ഉള്ള സാധനമുണ്ട്. ഇന്റർനെറ്റിൽ കിട്ടുന്ന എല്ലാ സാധനം അവിടെയും കിട്ടും. അതിനേക്കാളും ഈസിലി അവൈലബിൾ ആണ്. പിന്നെ ഈ ഓൺലൈനായിട്ട് പഠിക്കുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ സംഭവം. എനിക്ക് തോന്നുന്നു +1 +2 ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്നവർക്കും യൂസ് ചെയ്യാവുന്ന പാരന്റൽ കൺസെന്റിൽ ചിലപ്പോൾ ചെയ്യായിരിക്കും. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്നവർക്ക് അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഡിഗ്രിക്ക് പഠിക്കാതെ സ്റ്റഡി മെറ്റീരിയൽസിന് ഭയങ്കര ഗുണമുണ്ടായ സാധനമായിരുന്നു ഇത്. പിന്നെ ഇതിൽ നിന്നാണ് വാട്സാപ്പും കുറെ ഇതൊക്കെ പണ്ട് ഇതിൽ ഒരു ഫോൾഡർ ഉണ്ടായിരുന്നു.
സ്റ്റഡി മെറ്റീരിയൽസിന് മാത്രം വലിയൊരു ഞാൻ സ്റ്റഡി മെറ്റീരിയൽ ഭയങ്കരമായി ഫോക്കസ് ചെയ്യുന്നു. സാധനം ഞാൻ മാറ്റാം, പ്ലേറ്റ് മാറ്റാം. പിന്നെ ഇതിൽ നിന്നാണ് കുറെ വാട്സാപ്പ് ഇൻസ്പയർ ആയി കോപ്പി അടിക്കാറുണ്ട്. ഓ വാട്സാപ്പിൽ നിന്ന് കോപ്പി ഒരു ചാനലൊക്കെ തുടങ്ങി, വാട്സാപ്പ് ചാനല് കമ്മ്യൂണിറ്റി ഒക്കെ തുടങ്ങിയത് എന്നൊക്കെയാ. പിന്നെ ഇത് അനോണിമസ് ആയിട്ട് കിടക്കും. നെയിം ആ സാധനം നമ്പർ റിവീൽ ആവും. നമ്പർ വേണ്ട, അത് ശരിയാ, അത് നല്ലൊരു സാധനം. അങ്ങനത്തെ കുറെ പ്രത്യേകതകളുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ടെലഗ്രാം. കുറച്ചുകൂടെ ട്രാക്ക് ചെയ്യാൻ പാടും കൂടെയാണ് അല്ലേ? എന്തോ അവര് അങ്ങനെ ഇങ്ങനെ റിവീലും ചെയ്യാറില്ല. എനിക്കാണ് ഗവൺമെന്റ് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ അവർ കൊടുക്കാറുള്ളൂ. അല്ലാതെ പെട്ടെന്നൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാധനം. പിന്നെ ഈ സ്റ്റോക്കിന്റെ സാധനമൊക്കെ ഒരുപാടുണ്ടോ ഈ പഠിപ്പിക്കുന്ന ആൾക്കാർ. അത് കുറെ ഇത് സ്കാമും നടക്കാറുണ്ട്. സ്കാമുണ്ട്. പിന്നെ അംഗീകൃത ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് സെബി രജിസ്റ്റേർഡ് ആൾക്കാരില്ലേ, അവരുടെ ചാനലുകളൊക്കെ അവർ പേയ്മെന്റ് കൊടുത്തിട്ട് അവർക്ക് കോൾ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അതൊക്കെ ഇതിലാണ് മാനേജ് ചെയ്യണത്. ഇതാകുമ്പോഴത്തേക്ക് ആൾക്കാരെയൊക്കെ പെട്ടെന്ന് ആഡ് ചെയ്യാൻ, പെട്ടെന്ന് ഇതാക്കാം, അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതിലാണ് അതെല്ലാം ഓടിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ എനിക്ക് നിശ്ചലമായിരുന്നു തോന്നുന്നു. ഏതാണ്ട് 5 ദിവസത്തേക്ക് കണ്ടാണ് ബാൻ. 22-ാം തീയതി വരെ. 22-ാം തീയതി വരെ ബാൻ. 30-ാം തീയതി വരെ നീളുമെന്ന് പറയുന്നു. 30-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അത് മറ്റേ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഓപ്ഷൻ അതിൽ ചെയ്യാൻ പാടില്ല എന്ന്. 30 വരെ, 30-ാം തീയതി വരെ. ഈ ടെലഗ്രാം എന്തിനാണ് ബാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റുമായി ബന്ധപ്പെട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവാതിരിക്കാൻ. അതായത് നീറ്റ് ഫസ്റ്റ് ഓൾറെഡി ചോർന്നു. അപ്പൊ ഇനി രണ്ടാമത്തെ എക്സാം നാളെ നടക്കാൻ പോകണം അല്ലേ? നാളെ നടക്കാൻ പോകും. അപ്പം അതിന് മുന്നേ അതിനോട് അകമ്പടിയായാണ് ഈ സാധനങ്ങൾ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ബാൻ ചെയ്തത്. ബാൻ ചെയ്തല്ല ഒരു റെസ്ട്രിക്ഷൻ അല്ലേ? പക്ഷെ ഇനി ബാൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? ചെയ്യണമായിരുന്നു. അതാ അല്ല, ചെയ്യണമായിരുന്നു, ബാൻ ചെയ്യണമായിരുന്നെങ്കിൽ. ഓ അങ്ങനെ ചെയ്യണമായിരുന്നു. ഞാൻ വിചാരിച്ചു അവൻ ചെയ്യണമായിരുന്നു എന്നാണ് അവന്റെ അഭിപ്രായം. ഇപ്പോഴേ ചെയ്യണമായിരുന്നു അല്ലേ? ചെയ്യുന്നെങ്കിൽ ഇപ്പോഴേ ചെയ്തേനെ, ഇല്ലെങ്കിൽ അല്ല. ഇത്തവണത്തെ നീറ്റിൽ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ചോദ്യപേപ്പർ ചോർന്നത് ഒരു പ്രാദേശികമായി കുറച്ച് റീജിയനിലാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഇതിപ്പം എക്രോസ് ആണ്. ഇതൊരു ഇന്റേണലി സാധനം. അല്ല, ഇതിനൊരു എക്കോണമി ഉണ്ട്. ഇപ്പം ഇങ്ങനെ കുറെ ആൾക്കാർ കൊടുക്കും, പേയ്മെന്റ് കിട്ടും, കുറെ വരെയല്ലേ. ഇന്റേണലി ഇത് ചോർത്തിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇതുവഴി അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന് കിട്ടേയില്ല. നീറ്റിന്റെ സംഭവം മറ്റേ പണ്ട് നീറ്റ് തുടങ്ങിയ ടൈമില് ഇവർക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ട്രോളൊക്കെ വരും, മീമൊക്കെ വരുമായിരുന്നല്ലോ. കട്ട് ചെയ്ത് വിടും. പിന്നെ തിളക്കത്തില് മറ്റേ ഹരിശ്രീ അശോകം മുണ്ടില്ലാതിരിക്കൂലേ, നീറ്റിൽ പോയ അവസ്ഥയെന്ന് പറഞ്ഞ് മീം ഇറങ്ങും. അപ്പോഴും നമ്മള് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ വലിയൊരു സംഭവമാണ്. ഇതിന്റെ അകത്തൊന്നും പിന്നെ കമ്മലിട്ടുകൂടാ, ഉപയോഗിച്ചുകൂടാ, കമ്മലിട്ടുകൂടാ. പിന്നെ ലൈറ്റ് ഡ്രസ്സേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വാച്ച് പറ്റൂല. പിന്നെ മെറ്റല്, അങ്ങനെ മെറ്റൽ കളർ കോഡ് ബെൽറ്റ് ഇട്ടുകൂടാ. എന്തെങ്കിലും മെറ്റൽ പാട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വിടും. അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഉള്ള സംഭവമായിരുന്നു. മറ്റേ ഒരു എന്തോന്ന് പറയാം, മറ്റേ ബോംബ് അകത്ത് കൊണ്ടുപോകാനുള്ള അങ്ങനത്തെ രീതിയിലായിരുന്നു ചെക്കിങ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഇടയിൽ ഇത്രയും ചെക്കിങ്ങും കഴിഞ്ഞിട്ട് പേപ്പർ ലീക്ക്. അതേപോലെ എന്തോ 48 പേരുടെ എന്തോ ഒരു പ്രോസസ് അങ്ങനെയാണ് ഈ പേപ്പർ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നതിന്റെ ആ ഒരു ഇത്. അപ്പൊ അതിൽ എവിടെ വേണോലും ലീക്ക് ആവാന്നാണ് അവന്മാര് പറയുന്ന ന്യായം. പക്ഷെ അത് ന്യായമല്ല. അല്ല, ഇതില് ലീക്കായെന്ന് ഒരാളെ പറഞ്ഞില്ല. അങ്ങനെയൊക്കെ എത്രയോ വർഷമായിട്ട് ഇതിലോട്ട് ആക്സസ് ഉണ്ടെന്നാണ് പറയണത്. അപ്പൊ എത്ര വർഷം മുന്നേ ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു 5 ക്വസ്റ്റ്യൻസ് പുറത്ത് പോയാലും മതിയല്ലോ. ഷുവർ ഷോട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് പോയാലും പോയില്ലേ, കുറെ സാധനങ്ങൾ മാറുമല്ലോ. അതിപ്പോ ഈ നീറ്റ് മാത്രമല്ല, എല്ലാം ഇപ്പം ചോദ്യ ചിഹ്നത്തിൽ നിൽക്കുവാണ്. UPSC പിന്നെ അങ്ങനത്തെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാംസും ഭയങ്കര പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് പണ്ടുള്ളതിൽ മറ്റേ ഇതായിരുന്നു കേരള കീം. അതിൽ അങ്ങനെ ഒരു നല്ല രീതിയിൽ നടന്നുപോയ ഒരു സംഭവമായിരുന്നു. ഈ പ്രാദേശികമായിട്ട് എല്ലാവരും നടത്താൻ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പണ്ട് 1-ാം റാങ്കൊക്കെ എപ്പോഴും പത്രത്തിൽ ഇങ്ങനെ 1-ാം റാങ്ക് 2-ാം റാങ്ക്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഫ്ലെക്സ് കാണും. പക്ഷെ നീറ്റിൽ അങ്ങനെ കൂടുതൽ 1-ാം റാങ്ക് 2-ാം റാങ്ക് അങ്ങനെ വയ്ക്കും. പണ്ടാണെങ്കിൽ കീമിന്റെ ഇതിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല. പക്ഷെ അതും വലിയ പ്രശ്നമില്ലാതെ നടന്നു പോയിക്കൊണ്ടിരുന്ന സാധനത്താണ് നീറ്റ് വന്നത് തന്നെ. നീറ്റ് വന്നിട്ട് പക്ഷെ ഇവര് ഈ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ സാധനം, അതിൽ ഞാൻ ഒരു സാധനം കണ്ടായിരുന്നു. ഒരു കൊച്ചു കിടന്ന് കരയും, 2 മിനിറ്റ് എന്തോ ലേറ്റ് ആയി വന്നിട്ട് കേറ്റൂല, ഭയങ്കരമായിട്ട് കരയും. ടൈം റെസ്ട്രിക്ഷൻ ഒക്കെ ഭയങ്കര സാധനം. അത് റീല് കുറെ ഭയങ്കരമായിട്ട് കിടന്ന് കരഞ്ഞ് വിളിച്ച് നിലവിളിക്കും. ആ കൊച്ചിനെ മാത്രം ചിലപ്പോൾ സന്തോഷമായി കാണും. സിനിമ അതല്ല, അത് എത്ര പേര് മരിച്ചു, കുറെ പേര് സൂയിസൈഡ് ചെയ്തു. കാര്യം ഈ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെയിൻ ആയിട്ടുള്ള അവരുടെ ഒരു
ലൈഫിൽ തന്നെ ഒരു 2 വർഷം എങ്ങാനൊക്കെ ഭയങ്കര 2 വർഷമല്ല അതിന് ചിലപ്പോ റിപ്പീറ്റ് ചെയ്തായിരിക്കും വരുന്നത്. പിന്നെ അത്രയും പഠിക്കാനില്ലേ, അത്രയും പഠിക്കാനും ഉണ്ട്. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ എല്ലാം കൊണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ കൊണ്ടാക്കും. അവിടെ നിന്ന് മറ്റേ നമ്മൾ പണ്ടത്തെ ഒരു ഇങ്ങനത്തെ സിനിമ ഉണ്ടല്ലോ നമ്മളുടെ മകന്റെ അച്ഛൻ, ആ സിനിമയിൽ കാണിക്കുമല്ലോ ആ ഒരു ടോർച്ചറിങ് സാധനമാണ്. ഇപ്പം ഇവിടെ തന്നെ ഉണ്ടല്ലോ കുറെ സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്നതുണ്ട്. നമ്മൾ പോകുമ്പോഴത്തേക്കും കുറെ ഫ്ലെക്സ് കാണാം. അപ്പൊ അവിടെയൊക്കെ പലയിടത്തും തൊടുപുഴ ഭാഗത്ത്, പാലാ ഭാഗത്തൊക്കെ ഉള്ള ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ ഫ്രണ്ട്സ് തന്നെ അവിടെ അവിടെ ഭയങ്കര ജയില് പോലെയാണെന്നാണ് പറയുന്നത്. ഇതൊരു ഭയങ്കര അവിടേക്ക് എന്താ ഭയങ്കര സൗകര്യമൊക്കെ ഈ സെറ്റപ്പ് ഒക്കെ ഭയങ്കര സംഭവങ്ങളാണ്. സെറ്റപ്പ് ഒക്കെയാണ്, പക്ഷെ ടോർച്ചറിങ് ആണ്. രാവിലോട്ട് തുടങ്ങും. ഇത് കുറെ പേർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമായിട്ട് പോണവരായിരിക്കും, കുറെ പേര് വീട്ടുകാർ ഉണ്ടാക്കണായിരിക്കും, പിന്നെ കുറെ പേർക്ക് ആഗ്രഹമൊക്കെ 2 മാസം കഴിയുമ്പോൾ അണയും. അപ്പോഴും തിരിച്ചു വരാൻ പറ്റൂല. അവിടെ മറ്റേ 2 വർഷത്തെ ഇതുപോലെ ഇത്രയും കാശൊക്കെ മുടക്കി അവിടെ കിട്ടണമെങ്കിലും ഭയങ്കര പാടാണെന്ന് തോന്നണം. അങ്ങനെ കൊണ്ടാക്കണായിരിക്കും. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അവിടെയും കിട്ടുള്ളൂ. അതാ നല്ല മാർക്കുള്ളവർ അവർ പഠിപ്പിച്ച് വലിയ ഇതാക്കും, മറ്റേ മോശം മാർക്കുള്ളവരെ ഹെൽപ്പ് ചെയ്യില്ല. എൻ്റെ കസിനും അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ കുറേ ഉണ്ട്. അപ്പം അവിടെയൊക്കെ അതായത് തിളങ്ങുന്ന കല്ലുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പേരൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ആദ്യം ഫൗണ്ടേഷൻ എടുത്തിട്ട് പിന്നെ ഇവിടെ എനിക്ക് പണ്ട് ഇത് ഇവിടെ ഫിസിക്സ് പഠിക്കാൻ വേണ്ടി ഒരു ഉള്ളൂർ പോകുമായിരുന്നു. അപ്പോഴ് എൻ്റെ അച്ഛനാണ് ഉണ്ടാക്കിയത്. അച്ഛൻ്റെ ഏതോ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് എൻ്റെ സ്റ്റുഡൻറ്റോ എന്തോ ആണ്, നീ കൊണ്ടുപോകും, അവിടെ ഭയങ്കര സംഭവമാണ് പറഞ്ഞു. അപ്പോഴ് ഞാനും എൻ്റെ അച്ഛനും കൂടെ പോയി വയ്ക്കുമ്പോൾ 10 മാർക്ക് കുറവാ. എന്നാലും ശശിധരൻ സാറ് പറഞ്ഞുകൊണ്ട് കേട്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ അല്ല ഇതൊരു സംഭവം ഇവര് മാർക്കുള്ളവരെ മാത്രമേ എടുക്കുള്ളൂ. മാർക്കുള്ളവരെ മാത്രം പഠിപ്പിച്ച് ഇതാക്കണേ. പിന്നെ ഇതെന്തോന്ന്, അത് 70 മാർക്കൊക്കെ ഉണ്ട്. അത് അവർക്ക് 90 മാർക്കില് 90 മാർക്കാണ് അവിടെ. 90 മാർക്ക് വേണം. മാർക്കുള്ളവരിൽ തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ. അപ്പൊ ഈ ബാക്കി താഴെയുള്ളവര് അതിൽ നോക്കേ ചെയ്യരുത് എന്നാണ് അവരുടെ ഒരു ഇത്. പിന്നെ ഈ കുറെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, അവര് തന്നെ അതൊരു ബൂമിങ് ആയത്. അതെ അതെ, എനിക്ക് തോന്നുന്നു വേറൊരു രാജ്യത്തും ഇങ്ങനെ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോംസ് ഇത്രയും ബൂമിങ് ആവും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു സൗത്ത് കൊറിയയിലൂടെ ഇതേപോലെ, സൗത്ത് കൊറിയ ആണെന്ന് തോന്നുന്നത്, ഏതൊരു രാജ്യത്തും ഉണ്ട് ഇതുപോലത്തെ ഒരു സാധനം ഭയങ്കരമാണ്. അതായത് ഈ ചൈനയിലും ഉണ്ടെന്ന്, ചൈനയിലും ഉണ്ട്. അങ്ങനെ ഈ പരിസരങ്ങളിലാണ് ഇങ്ങനെ പഠിച്ച് കിട്ടാൻ, ഇത് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ 24 ലക്ഷം പേര് എഴുതുന്നുണ്ട്, അതിൽ 1 ലക്ഷം പേർക്ക് സീറ്റുള്ളൂ. അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. അതും സീറ്റ് മാത്രമല്ല, നല്ല സാധനം കിട്ടണമെങ്കിൽ, നല്ല സ്ഥലത്ത് കിട്ടണമെങ്കിൽ നല്ല റാങ്ക് വേണം. അത് ചെറിയ 1-2 ക്വസ്റ്റ്യൻ ഒക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഇവരുടെ സാധനത്തിൽ ഭയങ്കര ഡിഫറൻസും വരും. അങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് അല്ല, അത് നമ്മളിപ്പോ പറഞ്ഞു തന്നെ ഇവരുടെ ഈ സ്ട്രെസ്സും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരൊരു എക്സാം എഴുതുന്നത്. എക്സാം നമ്മൾ തന്നെ സാധാരണ ഒരു മറ്റേ എക്സാം കഴിഞ്ഞ് അടുത്ത കഴിയുമ്പോ നമുക്കൊരു ആശ്വാസം. അത് ജയിച്ചാലും വലുതായിട്ട് എഴുതിയില്ലെങ്കിലും നമുക്കൊരു ആശ്വാസമാണ് ആ പരീക്ഷ. ഒരു ആനുവൽ എക്സാമിന്റെ ലാസ്റ്റ് ഡേ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. അതൊരു ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പരീക്ഷ കഴിഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ, ഒരു നെഞ്ചിന് എന്തോ ഒരു വെയിറ്റ് ഇങ്ങനെ എടുത്ത് എന്തോ ഒരു, അത് നമ്മള് ഈ നീറ്റ് എക്സാം പോലത്തെ സാധനമല്ല, സാധാ ചെറിയ എക്സാം. അപ്പൊ ഇത്രയും വലിയ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഒരു റിലീഫായിട്ട്, നല്ലോണം എഴുതിയ ആൾക്കാർ ഒന്ന് റിലീഫായിട്ട് ഇരിക്കുമ്പോഴ് വീണ്ടും അത് ക്യാൻസൽ ചെയ്തെന്ന് പറയുന്നു. വീണ്ടും ഒരു എക്സാം, വീണ്ടും ഈ പ്രോസസ്സ് വീണ്ടും കടന്നു പോകണം. അതും ഒരു ചെറിയ കാലയളവിൽ. ഈ നമ്മളൊരു സാധനം എഴുതി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു റിലീഫ് എടുക്കുമ്പോഴേ അതൊക്കെ കുറെയൊക്കെ നമുക്ക് ടച്ച് കുറച്ച് പോവും, മാനസികമായിട്ടൊരു ഇതങ്ങ് പോകും. പിന്നെ വീണ്ടും ഒരു ഇൻട്രസ്റ്റ് പെട്ടെന്ന് ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുറയും. നമ്മൾ എന്തോരം സാക്രിഫൈസ് ചെയ്തിട്ട് ഇതിനു വേണ്ടി പോയത്. അപ്പം നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ആകുമ്പോഴായിരിക്കും ഈ ഒരു സാധനം വരണം. അപ്പം വീണ്ടും പൊടിച്ചിട്ട് കയ്യിൽ നിന്ന് പോകൂടാ. അതുകൊണ്ടാണ്. അല്ല, ഇത് ദിവസം പോലെ ഇരിക്കും കേട്ടാ. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് എല്ലാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം കിട്ടും. ചിലപ്പം വേറൊരു ദിവസം വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ചിലപ്പം അത്രയും സാധനം കിട്ടണം. കുറെ പേര് എഴുതുന്നത് നമ്മൾ പഠിച്ചൊരു സാധനം അതിൽ മീൻസ് നമുക്ക് കിട്ടില്ല ഒരു സാധനം അതിൽ വന്നു കഴിഞ്ഞാൽ അത് ഭാഗ്യം അതാണ്. അപ്പൊ അത് ചിലപ്പോൾ നന്നായിട്ട് എഴുതിയ കുറെ പേർക്ക്
നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവർക്ക് ആ ഒരു സാധനം പോകും. നന്നായിട്ട് എഴുതിയവരാണെങ്കിൽ അടുത്തോടെ എഴുതുമ്പോൾ വിചാരിക്കുമോ എനിക്ക് ഇത്രയും കിട്ടുമോ എന്നുള്ളൊരു സാധനം അല്ല, ഈ അവരുടെ മൈൻഡിൽ സൂയിസൈഡ് ചെയ്ത കുറെ ആൾക്കാരും അവരൊന്നും വീട്ടിലെ പ്രഷറല്ല, അവരൊക്കെ പറയണത് ഇങ്ങനെ മറ്റേ വീട്ടിലുള്ളവർ പറഞ്ഞത് കുഴപ്പമില്ല സമാധാനത്തിൽ പഠിച്ചാൽ മതി എന്നാണ്. പക്ഷെ അവർക്ക് ഒരു അച്ചീവ്മെന്റ് ഇത്രയും സാക്രിഫൈസ് ഇത്ര ഇത് ചെയ്തിട്ടും ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതൊക്കെ വരുമ്പോൾ ചെയ്തു പോകുന്നത്. അപ്പം അത് ഇവരെന്തെങ്കിലും ഹെൽപ്പ് ലൈൻ ഒക്കെ ഉണ്ടായിരുന്നു? ഹെൽപ്പ് ലൈൻ അല്ല, ഈ ഒരു പ്രശ്നം ഭയങ്കര അഡ്രസ് ചെയ്യണം. ഈ ഒരു സാധനം അഡ്രസ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് ഒരു ഭയങ്കര ഒരു മീഡിയ തന്നെ അങ്ങനെ നീറ്റ് പരീക്ഷ ചോർച്ച എന്നും പറഞ്ഞു വലിയൊരു കഴിഞ്ഞാൽ അടുത്ത എക്സാം അത്രേ ഉള്ളൂ. അടുത്ത എക്സാം കഴിഞ്ഞാൽ വലിയൊരു ഇത് ഇല്ല, വലിയൊരു പ്രശ്നമോ ഭയങ്കര ഒരു ഇത് കേരളത്തിൽ തന്നെ ഇല്ല. മീഡിയ അങ്ങനെ കൂടുതലും ഇപ്പം മീഡിയ ഒക്കെ കൂടുതൽ മറ്റേ കേരളം ആയിട്ടുള്ള ന്യൂസ് മാത്രമേ നല്ല രീതിയിൽ വെക്കുള്ളൂ. മറ്റേ ദേശീയമായിട്ടുള്ള ന്യൂസും അങ്ങനെ ഒരു ചർച്ചകളൊന്നും കുറഞ്ഞ അങ്ങനെ ഒരു ഇതും ഇല്ല. പിന്നെ നീറ്റിന്റെ ഒരു മൊത്തത്തിലൊരു പിന്നെ ഓപ്പോസിഷനും അത് ഭയങ്കര ഒരു വോക്കൽ ഇങ്ങനെ ഇല്ലല്ലോ. എത്ര പേര് മരിച്ച്, അതൊന്നും അങ്ങനെ ഭയങ്കര രീതിയിൽ അഡ്രസ് ചെയ്യുന്നില്ല. മാറ്റിയില്ലല്ലേ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മാറ്റില്ല. അതിനും പകരം ബാക്കിയുള്ള ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ മാറ്റാൻ നന്നായിട്ട് സംസാരിക്കണ മറ്റേ CJP അതേപോലത്തെ ആൾക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് പകരം ഇവരുടെ ഈ 2 ഉദ്യോഗസ്ഥരെയാണ്, ടോപ്പ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്, മന്ത്രിയെ മാത്രം മാറ്റി. പിന്നെ ടെലഗ്രാമും ബാൻ ചെയ്തു. ടെലഗ്രാം അതെ, മറ്റേ അങ്ങേരും പറഞ്ഞു, അതിന്റെ ഓണർ ഉണ്ടല്ലോ ടെലഗ്രാമിന്റെ ഫൗണ്ടർ, അങ്ങേരും പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ആക്സിഡന്റ് നടക്കുന്നുണ്ട് അതുകൊണ്ട് റോഡ് ബാൻ ചെയ്യണം. അങ്ങനെ എന്തൊക്കെയാ അവര് കോടതിയിൽ പോയി, പക്ഷെ അത് കോടതി സമ്മതിച്ചില്ല. ടെമ്പററി ബാൻ വേണമെന്ന് പോയി. അല്ലേ, സത്യം പറഞ്ഞാൽ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇതാവണമെങ്കിൽ ഓൺലൈൻ എക്സാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓൺലൈൻ എക്സാം ആയിരിക്കും ഇനി അടുത്ത നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാ പറയുന്നത്. പക്ഷെ അതും യവന്മാർ എത്രത്തോളം ഇതായിട്ട് യവന്മാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ അറിയാന്നുള്ള ലീക്കാവാൻ സാധ്യത കൂടുതൽ ചിലപ്പോൾ. അതിലൂടെ സെക്യൂർ ആണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, കൊസ്റ്റി ഇടുന്നവരല്ലേ ഇത് ലീക്ക് ആക്കിയത്. അപ്പോഴും കൊസ്റ്റി ഇടുന്നവര് അവര് ലീക്കാക്കിയല്ലോ, അറിയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഇവരെ അങ്ങ് പിടിച്ചങ്ങ് നിർത്തണം എക്സാം കഴിയുമ്പോൾ. ഫോണൊന്നും കൊടുക്കരുത്, ജയില് പോലെ കരുതൽ തടങ്കടൽ പോലെ. നല്ല പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് വിടരുത്. എക്സാം ഇത് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ എക്സാം കഴിയണവരെ അവിടെ ആയിരിക്കണം. ഫോണൊന്നും കൊടുക്കരുത്. ഒരാഴ്ച 2 ആഴ്ച ബിഗ് ബോസ് നല്ല കാശും കൊടുക്കട്ടെ, അതിന് എക്സ്ട്രാ കൊടുക്കട്ടെ. എന്താ അറിയില്ല, അല്ലേ കുറച്ചും കൂടെ ഒരു ഇത് വേണം, ഒരു വിശ്വാസ്യത വേണം. ഇത് ഇപ്പൊ നീറ്റ് ഇനി നടക്കാൻ പോണത് ലീക്ക് ആവൂലെന്ന് അറിയാൻ പറ്റൂലല്ലോ. ഇതിപ്പം പിടിച്ചോണ്ട് ഇതിപ്പം അല്ലാണ്ട് എത്ര ലീക്ക് ആയിട്ടുണ്ടായിരിക്കും അല്ലേ, അറിഞ്ഞുകൂടാത്തത് എന്തെല്ലാം സാധനങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയാനൊക്കെ ഇപ്പം ഒരു വിഷം വരൂലേ. അത് ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള സാധനം, മെറിറ്റിൽ കിട്ടാനുള്ള സാധനമൊക്കെ എത്ര പേർക്ക്. പണ്ട് നമ്മൾ ഏതൊക്കെ ഗവൺമെന്റ് എക്സാം കേട്ടില്ല, PSC ആണ്, എന്തിലൊക്കെ റാങ്ക് വന്ന ആൾക്കാരെയൊക്കെ പിന്നീട് മാറ്റിയിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സാധനം കേട്ടിട്ടുണ്ട് പണ്ട്. PSC ആണോ ഇതിലാണോ എന്തോ മറ്റേ ചോർന്നിട്ടൊക്കെ ഉണ്ട്, ആൾക്കാരെ കയറിയിട്ടുണ്ട്. ഇതുണ്ടായിരുന്നു എന്തോന്ന് കമ്മ്യൂണിസ്റ്റിന്റെ സമയത്ത് തന്നെ ഒരു കോൺസ്റ്റബിളിന്റെ ലിസ്റ്റ് ഫസ്റ്റ് റാങ്ക് മേടിച്ച് സെക്കൻഡ് റാങ്ക് മേടിച്ച ആളിനെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ അവരെ അടുത്തിരിക്കണവര് കോപ്പിയടി ഉണ്ടെന്നുള്ളത് തെളിഞ്ഞ് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് ഒരുപാട് സാധനം കോഡ് വ്യത്യാസം വന്നത്. ഈ കോപ്പിയടി കാരണം പിന്നെ കോഡ് വന്നത്. പിന്നെ കുറെ സ്ഥലങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ABCD 4 ഇതായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഷഫിൾ ചെയ്തായിരിക്കും ഇട്ടേക്കുന്നത്. അധികം എഴുതാത്തോണ്ട് വലിയ പിടിയില്ല. അല്ല തന്നെ ക്വസ്റ്റ്യൻ ABCD എന്ന് പറഞ്ഞിട്ട് ഓരോ ഫോർമാറ്റിൽ എന്നുവെച്ചാൽ ക്വസ്റ്റ്യൻ ഷഫിൾ ചെയ്യും. ABCD സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷേ നമ്പർ അടുത്തിരിക്കുന്നവരെ നോക്കി എഴുതിയാലും അത് സെയിം ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാൻ പറ്റൂല. അങ്ങനത്തെ ഇതുണ്ട്. അല്ല, എനിക്ക് കുറച്ചും കൂടി ഓൺലൈനൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതാവും തോന്നണം അല്ലേ. പക്ഷെ അതും എങ്ങനെയാണ് ആർക്കാണെന്ന് അറിയാൻ പറ്റും. പിന്നെ ഈ എക്സാം എഴുതാൻ പോകുന്നതും കുറെ പേർക്കൊന്നും അവരുടെ സ്ഥലത്ത് തന്നെ ആയിരിക്കുമല്ലോ എക്സാം ലൊക്കേഷൻ കിട്ടുന്നത്. അതും കുറെ സാധനമാണ്. പിന്നെ അവിടെ എത്തിപ്പെട്ട് എക്സാം എഴുതാന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രോസസ്സാണ്. അത് പിന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോ ചിലപ്പോ പോവും, കയ്യിൽ നിന്ന് പോവും, എല്ലാം ചെക്ക് ചെയ്യണം. ഇനി ഇതൊരു വലിയൊരു ട്രോമ പ്രോസസ്സാണ്. അല്ല, ഈ കമ്മലൊക്കെ ഇട്ടെന്നും പറഞ്ഞ് എന്താണ് അത്രയും സെക്യൂർ ആയിട്ട് നോക്കിയിട്ട് ഇത് ഇങ്ങനെ ഇപ്പോഴത്തെ ടെക്നോളജി കൂടി ഇരിക്കല്ലേ. അപ്പൊ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ആവശ്യമില്ല, അവർക്ക് കൈ കൊടുക്കയില്ലേ.
ലീക്കാക്കി. ഇല്ല, പക്ഷേ ഇന്നോവേറ്റീവ് ആയിട്ട് കോപ്പി അടിച്ചെങ്കിൽ സമ്മതിക്കായിരുന്നു, അതുമില്ല. അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് കോപ്പി അടിച്ചവരൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ, ഈ ചെവിക്കകത്ത് ഒരു ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് പോയിട്ടുള്ള. അല്ല തൂക്കിയിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് ഇങ്ങനെ ചെവിക്കകത്ത് ഇങ്ങനെ നമ്മുടെ മുന്നാബായി MBBS-ലാണ് മറ്റേ പരീക്ഷ എഴുതിയിട്ട് മറ്റേ ചെവിയിൽ വെച്ചിട്ട് പണ്ടത്തെ ഇതില് അത് അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കോപ്പി അടിയാണ്, ഇത് ചോർച്ചയല്ലേ. നമ്മൾ പണ്ട് പരീക്ഷ എഴുതിയപ്പോഴേ CBSE 12 പരീക്ഷ എഴുതിയപ്പം ഇത് ലീക്കായെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറ്റിച്ചിട്ടുണ്ട്. ആരാ ഇത് ശ്രുതി എന്തോ വിളിച്ച് പറ്റിച്ചോടാ, ലീക്കായി, അത് നടക്കൂല, അങ്ങനത്തെ രീതിയിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരുത്തം വിളിച്ചിട്ട് പറഞ്ഞ് ഫിസിക്സിന്റെ തലേ ദിവസം, എടാ നമ്മുടെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കണം, ആൻഡമാനിലാണോ എവിടെയോ ചോർന്നിട്ടുണ്ട്, അപ്പം അത് ആ ചേട്ടൻ ഇപ്പം പുള്ളിക്ക് കൊടുക്കും, പുള്ളി ഒരു 8-8:30 ആകുമ്പോൾ നിനക്ക് തരും, എനിക്ക് തരും, ഞാൻ നിനക്ക് അയച്ചു തരാം, നീ പഠിക്കണ്ട. ഞാൻ പറഞ്ഞു ശരിയടാ, ശരി എന്നെ പറ്റിച്ചേണ്, ഇത് അവൻ സീരിയസ്, അവനെ ആരാ പറ്റിച്ചേണ്. ഞാൻ പറഞ്ഞു ഓക്കേടാ നീ തന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു, ഞാൻ പഠിച്ചു ജയിക്കണ്ടേ, പഠിച്ചോണ്ടിരിക്കുന്നു. രാത്രിയായിട്ട് സാധനം വരുന്നില്ല, അവൻ പഠിച്ചില്ല. അവൻ പറഞ്ഞു ഞാൻ പഠിക്കുന്നില്ല, കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടിയിട്ട് പഠിച്ചാൽ മതിയല്ലോ, വെറുതെ എന്തിനാ ബാക്കിയുള്ള സാധനങ്ങൾക്ക് വേസ്റ്റ് ചെയ്യുന്നത്, മെമ്മറി കളയണ്ടല്ലോ, ഇത് റിസർവ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോഴും എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ ആളും ഈ ചേട്ടന്റെയും പേര് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട് ഈ സ്റ്റോറീസ്. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസയോഗ്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ, ആ ചേട്ടൻ പേപ്പറൊക്കെ ആയിട്ട് വരട്ടെ, നമ്മൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഭയങ്കര തരം വേണോ, അവിടെ ഇത് വന്നിട്ടുണ്ട്, അപ്പം അവരുടെ ഇത് വെച്ചിട്ട് ആ ചേട്ടൻ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്, 8-8:30 ആകുമ്പോൾ വരും, ഇത് പറ്റിക്കണ ഏരിയ. അങ്ങനെ കിട്ടിയാലും നിങ്ങൾ ആ പേപ്പർ മാത്രം ഒന്നും പഠിച്ചുകൊണ്ടൊന്നും പോകരുത്, അവരെങ്കിലും ട്രോൾ ചെയ്യണായിരിക്കും അല്ലേ. അല്ല സത്യം പറഞ്ഞാൽ ഇത് എന്ത് ഇതിലായിരിക്കും ആ പിള്ളേര് അത് മാത്രം പഠിച്ചോണ്ട് പോയത്? അതെന്തോ ഇവരുടെ ഈ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ തന്നെയാണ് കുറെ പേര് ഇത് ചെയ്യുന്നത്. ഇത് ഒരിപ്പം നമ്മള് പണ്ടത്തെ ഒരു കോപ്പിയടി ആ ഒരു സെറ്റപ്പ് അല്ല, ഇത് എക്കോണമിയാണ്, പൈസ മേടിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഏതോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവരെ ഇതും കൂടെ കയറ്റി വിട്ട്, അങ്ങനെയാണ് വിട്ടത്. ഇതിൽ വന്ന കുറച്ച് 100 ക്വസ്റ്റ്യൻ എന്തോ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അങ്ങനെയാണ് മനസ്സിലായി. ഞാൻ വിചാരിച്ച ഏതെങ്കിലും ഒരുത്തൻ ചിലപ്പോ അവന്റെ മാമനോ മച്ചമ്പിക്കോ. അല്ലല്ല, അങ്ങനെയല്ല, ഇത് ഭയങ്കര ഒരു അങ്ങനെ കൊടുത്തിട്ട് അത് സ്പ്രെഡ് ആയതായിരിക്കും. അല്ല, ഇത് അങ്ങനെയല്ല, ഇത് കുറച്ച് പൈസ മേടിച്ച് ചെയ്യുന്ന ഒരു പരിപാടി പോലെ നടക്കുന്ന ഒരു സംഭവം. എന്ത് ധൈര്യമല്ലേ. അതാ പറഞ്ഞ, ഇതിനൊരു എക്കോണമി പോലെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ പഴയ കോപ്പിടി അല്ലെ അങ്ങനത്തെ ഒരു സംഭവം സിമ്പിളാക്കി കാണാൻ പറ്റുന്ന സാധനമല്ല. ഇത്രയും ഊണ് ഉറക്കമൊക്കെ കഴിഞ്ഞിരുന്ന് പഠിക്കുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യുന്ന സാധനമല്ലേ ഇത്. പിന്നെ അവര് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തോ അവർ ഇത്രയും സാധനം പഠിച്ചിട്ട് ഇങ്ങനെ കോപ്പി അടിച്ച് ചുമ്മാ കിട്ടുകയാണെങ്കിൽ. എന്നിട്ടും ഇത് പ്രൊഫഷണൽ കോഴ്സും കൂടെയാണ്, പ്രത്യേകിച്ച് MBBS. നമ്മുടെ ഭാവി തലമുറ മൊത്തത്തിൽ ചികിത്സിക്കാനുള്ള ആൾക്കാരാ. അപ്പോഴേ അവർക്ക് അർഹതയില്ലാത്തൊരു സാധനം അവർ ഇനി ഇത് മാൽ പ്രാക്ടീസ് ചെയ്തായിട്ട് പോണെങ്കിൽ അവർ മറ്റതും മാൽ പ്രാക്ടീസ് ചെയ്ത് പോകൂലേ. പൈസ കൊടുത്ത് തന്നെ ചിലപ്പോ പ്രൊഫസേഴ്സിന്റെ പൈസ കൊടുത്ത് സത്യം പറഞ്ഞാൽ തിലകയോ അല്ലെങ്കിൽ ലക്ഷ്മിയോ കൊണ്ടുവരണമായിരുന്നു. അവർ കുറച്ചും കൂടി അറിയാൻ പറ്റും. കാര്യം അവർ നിന്ന് പഠിച്ച് എക്സാം മൾട്ടിപ്പിൾ ടൈംസ് എഴുതി ഡോക്ടറായി, പിന്നെ MD ടെസ്റ്റ്. അത്രയും കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാലേ ഭയങ്കര. ഇവർ ഈ ലക്ഷ്മിയും തിലകയൊക്കെ ഭയങ്കര മറ്റേ ടോപ്പറാ. ടോപ്പർ എന്ന് പറഞ്ഞാൽ 90-95 അവർക്ക് 99 കിട്ടിയ അവർക്ക് മാർക്ക് കുറവ് പോലത്തെ ആൾക്കാരാ. അവര് വിഷമിക്കും. അപ്പോഴേ അങ്ങനെയുള്ള ആൾക്കാർക്ക് തന്നെ ഓൾ ഇന്ത്യയിലാണ് കിട്ടിയത്. പൂനെയിലല്ലേ, തിലക പൂനെയില്, ലക്ഷ്മിക്കും പൂനെയുടെ അടുത്തൊരു സ്ഥലത്ത് സ്ഥലം കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അങ്ങനെയാണ് കിട്ടിയത്. അപ്പോഴ് അവര് റിപ്പീറ്റ് ചെയ്തതാ. അവർ റിപ്പീറ്റ് ചെയ്തിട്ട് അവർക്ക് അങ്ങനെയാണ് കിട്ടിയത്. അപ്പോഴ് അത് അത്രയും കോമ്പറ്റീഷനായത്, അത്രയും കോമ്പറ്റീഷനാ. എന്നിട്ട് ചിലവർക്ക് നല്ല പഠിക്കുന്ന ആൾക്കാർക്ക് ഈ MBBS കിട്ടാതെ ചെറിയ ഈ വേറെ മെഡിക്കൽ കോഴ്സ് ഉണ്ടല്ലോ, അത് കിട്ടും. അത്ര കോമ്പറ്റീഷൻ ഉള്ള സാധനമാണ് ഇത്രയും ഒരു സിമ്പിളായിട്ട് ലീക്ക് ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്തത്. ആ എക്സാം അങ്ങ് ക്യാൻസൽ ചെയ്തത്. അത് എക്സാം ക്യാൻസൽ ചെയ്ത് ഇത് അവരെ ശിക്ഷിക്കാതെ അവർ ഈ ചോർന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് അങ്ങനെയല്ല ചെയ്തത്, മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത്. അത് അതിന്റെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്ന വീണ്ടും എവരാണ് അനുഭവിക്കേണ്ടി വരുന്നത്.
ആ ചെയ്തവന്മാരെക്കാളും കൂടുതൽ ട്രോമ അനുഭവിക്കുന്നതും അതിന്റെ ഇമ്പാക്ട് അനുഭവിക്കുന്നതും നിരപരാധികൾ. നിരപരാധിയായിട്ടുള്ള ആൾക്കാർ. ടോപ്പ് മേടിക്കുന്നതിനൊക്കെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ അവന്മാര് പഠിക്കണായിട്ട് മറ്റേ 4 മണിക്കൂർ 5 മണിക്കൂർ ഉറങ്ങാൻ മാത്രമേ ചെയ്യുള്ളൂ, ബാക്കി ഫുൾ ടൈം പഠിത്തം എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മളവിടെ പറ്റൂല, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നാണ് പിള്ളേരൊക്കെ ചെയ്യുന്നത്. അത് ഇപ്പോഴത്തെ കാലത്ത് ഈ ഫോണും ഫോണും തറ വെക്കാനേ ആൾക്കാർക്ക് പറ്റില്ല. അപ്പൊ തന്നെ അവർ തന്നെ പഠിക്കണമെങ്കിൽ എന്തുമാത്രം. അല്ല, അവര് ഡം ഫോണെന്നും പറഞ്ഞിട്ടൊരു ഡം ഫോൺ എന്ന് പറഞ്ഞാൽ പഴയ കീപാഡ് ഫോൺ തന്നെ. അപ്പൊ ആ ഫോണാണ്, അതിന് അങ്ങനെ ഡം ഫോൺ എന്ന് പറയും. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് ഇവരെല്ലാരും ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് എല്ലാരും അത് മാത്രമേ ഉപയോഗിക്കൂ, മറ്റേ ആൻഡ്രോയിഡ് ഉപയോഗിക്കൂല. എമർജൻസി കോൾ വരുന്നെങ്കിൽ മാത്രം അങ്ങനെ മാത്രമേ യൂസ് ചെയ്തെടുത്ത അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഡം ഫോൺ. ഞാനിവിടേക്ക് നോക്കിയായിരുന്നു, വേണ്ടെന്ന് വെച്ചു. പിന്നെ നേരത്തെ അവൻ പറഞ്ഞ പോലെ ഇതിനെതിരെ ആക്റ്റീവായിട്ടൊരു അതിന് കിട്ടേണ്ട ഒരു എന്താണ് ഇത് വരണില്ല, ജനശ്രദ്ധ കുറഞ്ഞു അത്രയും അല്ല സത്യം പറഞ്ഞാൽ കിട്ടേണ്ടത്. ഇതിനെതിരെ കുറച്ചും കൂടി പ്രതിഷേധം വരണം. അതിപ്പോ മറ്റേ UP ഗവൺമെന്റ് ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്തെല്ലാം കാണിച്ചേനെ. ശരിയാണ്. ഇപ്പൊ കേരളത്തിലാണെന്ന് വെച്ചോ, കേരളത്തിലാണ് ഈ സാധനം ഒരെണ്ണം ഇപ്പം കീമാണ് സംഭവം ഇങ്ങനെ പറ്റിയെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായേനെ. പണ്ട് തന്നെ സ്വാശ്രയ കോളേജിന്റെ ഒരു പ്രശ്നം സമരം വന്നപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 ദിവസമാണ്, ഓർമ്മയില്ലേ, 10 ദിവസം അടുപ്പിച്ചാണ് അവധി. ഭയങ്കര പ്രക്ഷോഭമായിരുന്നു, ഭയങ്കര പ്രക്ഷോഭമായിരുന്നു. നമുക്കൊരു 10 ദിവസമായിരുന്നു ചുമ്മാ മറ്റേ ഓണാവധി പോലെ 10 ദിവസം ലീവായിരുന്നു. രജനി അങ്ങനെ ആത്മഹത്യ ചെയ്ത അങ്ങനെ ഒരു പ്രശ്നവും ആ ഒരു ഇതൊരു നോർമലൈസ്, ഇതൊക്കെ സംഭവിക്കാൻ അങ്ങനെ ഒരു രണ്ടാമത് പരീക്ഷ ഇതൊക്കെ സംഭവമല്ലേ, ഇതൊക്കെ രണ്ടാമതൊന്ന് എഴുതിയ നല്ലതല്ലേ, അങ്ങനത്തെ രീതിയിൽ മൊത്തത്തിൽ ഒരു നിസ്സാരവൽക്കരിച്ചാണ് കാണുന്നത്. അത് ഓപ്പോസിഷനും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അവർ അത്ര ആക്റ്റീവ് ആവുന്നില്ല. ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അറിയുന്നില്ല, മീഡിയയിലെത്തുന്നത്. പക്ഷെ ഇപ്പം CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ജെൻസിയുടെ ഒരു ഇതില് പ്രോപ്പർ പാർട്ടി പോലും ഒരു സർക്കാസ്റ്റിക് പോലത്തെ ഒരു സാധനം വന്നതാണ്. പക്ഷെ അവരാണ് ഇപ്പൊ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അവർ ആൾക്കാരിലോട്ട് കൂടുതൽ എത്തുന്നുണ്ട്, യൂത്തിന്റെ ഇടയിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ട് അവർക്ക്. അങ്ങനെ ഒരു സാധനം അല്ല, ചിലപ്പോ ഓപ്പോസിഷൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ കാണുന്നില്ല. ന്യൂസിൽ കാണുന്നത് മറ്റവർ തന്നെ. അവരിപ്പോ ജന്തർ മന്ദറിൽ ഇരിക്കുകയാണ്, എന്നിട്ട് അവര് പോകൂല എന്ന് പറഞ്ഞു, തിരിച്ചു പോകൂല, സ്പൂണും പ്ലേറ്റ് ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെടുത്ത്. ഡൽഹി ഗവൺമെന്റ് എന്തോ പറ്റൂല, ഇത് എക്സ്റ്റെൻഡ് സൈലന്റ് പ്രൊട്ടസ്റ്റ് ആണ്, പക്ഷെ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ട് ഡൽഹി പോലീസ് പറഞ്ഞു. ഈ പ്രൊട്ടസ്റ്റ് നടത്തണമെങ്കിൽ ഇത് വേണമല്ലോ, അനുമതി ഇപ്പം കൊടുക്കൂല എന്ന് പറയുന്നുണ്ട്. ചിലപ്പോ ഇനി അടിയാവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കൊടുത്തില്ലെങ്കിൽ പോലീസ് പിടിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോ പ്രക്ഷോഭമാവുമല്ലേ, പ്രക്ഷോഭമാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ യവന്മാര് ഭയങ്കരമായിട്ട് തന്നെ ഒതുക്കുന്നുണ്ട് ഈ ഗവൺമെന്റ്. പണ്ട് ഇതിനു മുന്നേ ഇത് സത്യം പറഞ്ഞാൽ ഇവര് നേരിട്ടൊരു വലിയ പ്രക്ഷോഭം മറ്റേ കർഷക സമരമായിരുന്നു. അത് പക്ഷെ അന്ന് നല്ല പ്രശ്നമായി. അത് ആ ഒരു കമ്മ്യൂണിറ്റി വൈസ് തന്നെ അവര് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആണ്. അതിലാണ് പെട്ടുപോയത്. അത് എല്ലാരും അങ്ങോട്ട് വന്ന് മറ്റേ ട്രാക്ടറും നടന്നൊക്കെ വന്ന് അത് വല്ലാത്തൊരു സാധനമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടല്ലോ, അതിലാണ് കുറച്ചുകൂടെ ഈ യൂത്ത് കുറച്ചുകൂടെ ഒരു വിശ്വാസം. ഇപ്പൊ കോൺഗ്രസിനോടൊന്നും അങ്ങനെ എനിക്ക് തോന്നല്ല അത്രയും വിശ്വാസം ആൾക്കാർക്ക്. ഈ ട്രഡീഷണൽ പാർട്ടികളോട് അവർക്ക് വിശ്വാസമില്ല, അതിലോട്ട് എത്തിപ്പെടാനുള്ളൊരു സാധനങ്ങളാണെങ്കിൽ ഇതേ കാണിക്കുള്ളൂ എന്നുള്ള രീതിയിലുള്ള വിശ്വാസമില്ല. അതെ അതെ, അത് എടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. അല്ല, ഓപ്പോസിഷന് പണ്ടത്തെ പോലെ അല്ലല്ലോ ഇതില്. ഈ വർഷം ഈ ഒരു ടൈമില് നല്ല ലീഡേഴ്സ് ഉണ്ട്, ഒരുപാട് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴവര് ഇങ്ങനെയൊന്നും അല്ല, കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം. പിന്നെ നേവി മറ്റേ ഇത് ഒരു 3 പേര് US സ്ട്രൈക്കിൽ മരിച്ച അതൊന്നും അങ്ങനെ ഒരു ന്യൂസ് ആവണില്ല. അതും ഭയങ്കര ഒരു ചെറിയൊരു ഒതുങ്ങിയ ഒരു ന്യൂസ് ആയിട്ട് അങ്ങ് പോകുന്നു. അതിനെതിരെ ഒരു പ്രതിഷേധം പോയപ്പോഴും ആ ഒരു സാധനം പോലും അങ്ങനെ വലുതായിട്ട് വന്നില്ല. അവർ പിന്നീട് ആദ്യം ഇതായില്ലെങ്കിലും രണ്ടാമത് കാണുമ്പോഴത്തേക്കും സംസാരിക്കുകയൊക്കെ ചെയ്യും. അവരുടെ അടുത്തൊരു ക്വസ്റ്റ്യനും ചോദിക്കും. ദൂരദർശന്റെ റിപ്പോർട്ട് ആണെന്ന് തോന്നുന്നു, കറസ്പോണ്ടന്റ് ആണെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങേര് അതങ്ങ് ഒഴിവാക്കി അങ്ങ് വിടും. ട്രംപ് അതങ്ങ് ഒഴിവാക്കി വിടും. ആ സാധനം സത്യം പറഞ്ഞാൽ UPA ഗവൺമെന്റ് ആണ് ഭരിച്ചുകൊണ്ടിട്ട് അവന്മാരാണ് ഓപ്പോസിഷൻ എങ്കിൽ അതൊക്കെ കത്തിച്ചാണ്. ഇങ്ങനെയൊന്നും അല്ല ഇത്. എനിക്ക് തോന്നുന്നു ഇവര് ഈ BJP ഭരിക്കട്ടെ, അവരെ കാലമൊക്കെ കിട്ടൂല, ഞാൻ പാടി എന്നുള്ള ഒരു ഭാവത്തിൽ പോകുന്ന പോലെ ഉണ്ട്.
പിന്നെ ഇപ്പൊ തന്നെ ഇപ്പം കോൺഗ്രസിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ഇപ്പം ബാക്കിയുള്ള ആൾക്കാരെ കൂടെ നിർത്താൻ പറ്റുന്നില്ല. ഇപ്പൊ ഇന്ത്യ യൂണിറ്റി എന്നും പറഞ്ഞൊക്കെ തുടങ്ങിയിട്ട് അവര് തന്നെ ഇപ്പൊ ഏതാണ്ട് പിരിഞ്ഞു പോകാനുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് അങ്ങനെ നിർത്താൻ പറ്റുന്നില്ല. അല്ല ഇപ്പൊ തമിഴ്നാട്ടിൽ ഒരു സംഭവം മാറ്റി കൊടുത്തില്ലേ? അല്ല സ്റ്റാലിനൊക്കെ ഈ നീറ്റിന്റെ ഒക്കെ എതിർത്ത ആളാ, നല്ല രീതിയിൽ എതിർത്ത ആളാ. തമിഴ്നാട് കുറെ നാളായിട്ട് എന്തോ ഒരു സാധനം ഉണ്ട്, തമിഴ്നാട് എക്സെപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ഒരു സാധനം എന്തൊക്കെ തമിഴ്നാടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കുറച്ച് പ്രതികരിച്ച ഈ നീറ്റ് വന്നപ്പോഴ് പ്രതികരിച്ച തമിഴ്നാട്. പിന്നെ മറ്റേ ആ ഒരു സീറ്റ് കൂട്ടുന്ന ലോക്സഭയിൽ സീറ്റ് കൂട്ടുന്ന സാധനത്തിൽ അവര് തന്നെയാണ് കൂടുതലായിട്ട് നിന്നത്, ഒപ്പോസ് ചെയ്ത് നിന്നത്. അല്ല എനിക്ക് തോന്നുന്നു ഇതില് സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസ് ആണ് ഇതിനെ ആങ്കർ ചെയ്ത് കൊണ്ടുപോകാനുള്ള. അവര് കുറച്ച് ഭയങ്കര ഇതുപോലെ തോന്നുന്നു, മൃദു സമീപനം. നിങ്ങൾ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആരെങ്കിലും ഒരു ലീഡർഷിപ്പ് അല്ല പുള്ളിയാവണോന്നല്ല ഞാൻ പറഞ്ഞ, ഒരാളല്ലേ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ആങ്കർ ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാരെ ആങ്കർ ചെയ്യുമെന്ന് വിചാരിച്ചു തന്നെയാണല്ലോ ഈ ഇന്ത്യ യൂണിയൻ ഒക്കെ ഉണ്ടാകുന്നത്. അത് തമ്മിൽ കടിയാണ്, മറ്റേ എല്ലും കഷ്ണം കിട്ടാൻ വേണ്ടിയുള്ള കടിയാണ് അവന്മാര്. അതിൽ ജയിച്ചു കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രി ആവുമെന്നുള്ളത്, മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആവുമെന്നുള്ള ഇവിടുത്തെ അടിയൊന്നും ആയിരിക്കില്ല അവിടെ. എല്ലാരും തച്ചു വെച്ചോണ്ടായിരിക്കും പറഞ്ഞത്. അങ്ങനെ ഒരു സാധനം ഉണ്ട്. അവന്മാർക്ക് അങ്ങോട്ടും ട്രസ്റ്റ് ഇല്ല. ഉണ്ട്. പക്ഷേ ഈ ഇപ്പൊ രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെയായിരുന്നു. പക്ഷെ അതിലങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ കയ്യിൽ നിന്ന് പോട്ട് ഇനി കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇവരും നിൽക്കുന്നത്. അത് ശരിയല്ല. അല്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവര് ഗ്രാബ് ചെയ്യണം സത്യം പറഞ്ഞാൽ. ഇപ്പൊ CJP ഒക്കെ ഇത്രയും ആൾക്കാരെ കൂട്ടാൻ പറ്റുമെങ്കിൽ ആ ഒരു സാധനം അവരും ചെയ്യേണ്ടതാണ്. സത്യം പറഞ്ഞാൽ അവരാണ് കറക്റ്റ് ചെയ്യാനുള്ള. ഈ പ്രതിപക്ഷമാണ് പൊളിറ്റിക്കലി യൂസ് ചെയ്യണ മാത്രമല്ല ഈ സാധനങ്ങൾ വച്ചിട്ട് അവരാണ് ഈ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യണം, ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ടതും. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഇത് കിടക്കണമെങ്കിൽ ജനങ്ങളുടെ അടുത്ത് ഇത് പറയണം, ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണ്, പിന്നെ വിമർശിക്കണം, ഓഡിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു സാധനമാണ്. പക്ഷെ അങ്ങനെ ഒരു സാധനം ഇല്ല. ഇത് ഒരുമാതിരി പണ്ട് മറ്റേ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തൊരു സീറ്റ് അത് അതേപോലെ ആയിപ്പോയി. അതും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല. ഇതിപ്പോ മറ്റേ അഭിജിത്ത് എന്ന് പറഞ്ഞ അങ്ങേര് US നിങ്ങുവരും അത്രയും ഗതിയാണ്. അല്ല അവര് എഫേർട്ട് എടുക്കുന്നുണ്ട്, അവര് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, അവര് ആൾക്കാരെ കൂട്ടുന്നുണ്ട്, സമരം ഇത്രയും ഇതില് ആൾക്കാരെ കൂട്ടുന്നുണ്ട്. പിന്നെ അവര് എന്താ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് കോൺഗ്രസ് നല്ലതായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതങ്ങനെ എത്തുന്നില്ലല്ലോ. പക്ഷെ അവര് ഇത്രയും ദിവസത്തിനുള്ളിൽ മാറ്റണമെന്ന് പറയുന്നുണ്ട്. അതൊരു സ്ട്രോങ് ആയിട്ട് പറയണല്ലേ. അല്ല ഈ CJP സാധനം വെച്ച് കഴിഞ്ഞാൽ അവരൊരു പൊളിറ്റിക്കലി അങ്ങനെ എത്രത്തോളം ഇത് സസ്റ്റെയിൻ ചെയ്ത് പോകുമെന്നുള്ള സാധനം അറിഞ്ഞൂടാ. അവർക്കൊരു പൊളിറ്റിക്കലി ഇതിനുള്ള ഒരു സാധനം അല്ല, ചിലപ്പോൾ അവർ ഡിസോൾവ് ആയി പോകും. പക്ഷെ ഇത് കോൺഗ്രസിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാർ അവരെ കൂടെ കൂട്ടിയിട്ട് ഒരു ഇത് കൊടുക്കാൻ പറ്റും. കൂട്ടണം എന്നല്ലേ ഒന്ന് പ്രോപ്പറായിട്ട് ഈ അഡ്രസ് ചെയ്യണ്ടേ. ഇപ്പൊ ആ യൂത്ത് അവരെല്ലാരും ഇപ്പം ഇതിനോട്ട് ചേർന്ന് ഈ ഒരു സാധനത്തിന് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട് ഈ സംഭവം. അപ്പൊ അത്ര ആൾക്കാർക്ക് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അഡ്രസ് അവരെയും കൂടെ അവര് എന്നൊരു പിന്തുണ പ്രഖ്യാപിച്ചു അതും നല്ലതാ. അത് ചെയ്യുന്നില്ല. ഇതിപ്പോ അവര് വേറൊരു പാർട്ടി, നമ്മള് വേറൊരു പാർട്ടി എന്നുള്ള രീതിയിൽ അവര് നിൽക്കും. അല്ല എനിക്കൊന്നും അവര് കൂടുതലും പറയുന്നത് അൺഎംപ്ലോയ്മെന്റ്, ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് യൂത്ത് ഇപ്പൊ ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് അവർ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് അവർക്കും ഒപ്പോസിഷൻ പാർട്ടീസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. പക്ഷെ അവർ ഒരു പ്രോപ്പർ ഇത് കൊടുക്കുന്നില്ല, സപ്പോർട്ട് കൊടുക്കുന്നില്ല. അല്ല ഈ CJP എന്ന് പറഞ്ഞ സാധനം എന്തായാലും ഒരു പാർട്ടി ആവില്ല. കാര്യം അവർക്കൊരു ഐഡിയോളജി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മറ്റേ ഒരു ജഡ്ജി പറഞ്ഞതുകൊണ്ട് ഒരു അത് വേണമെങ്കിൽ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ AAP വന്നോലേക്ക് അവര് ഇങ്ങനെ വന്നതല്ലേ, ഒരു അത്രത്തോളം ഇത് വന്നിട്ട്. പക്ഷേ ലാസ്റ്റ് ആയപ്പോ ആം ആദ്മി പാർട്ടി എന്ന് പറയുമ്പോ അത് യൂത്ത് ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല. യൂത്ത് അല്ല പുതിയതായിട്ട് സംഭവം ഇതുപോലത്തെ ഒരു പ്രക്ഷോഭത്തിൽ വന്നതാണ്. മറ്റേ പുള്ളി അവിടെ ചെന്ന് മറ്റേ അഴിമതിക്കെതിരെ ഇരുന്നിട്ട് തുടങ്ങിയതാണ്. പുള്ളിയുടെ പേരെന്തായിരുന്നു? അണ്ണാസാര് ഇരുന്നിട്ട് തുടങ്ങിയതാണ്. അന്ന് UPA സർക്കാരിനെതിരെയായിരുന്നു തോന്നുന്നു. അങ്ങനെ തുടങ്ങി അതിൽ നിന്നാണ് ഇത് വന്നത്. പക്ഷെ അതിപ്പോ അത് അവസാനം എന്താണ് സംഭവിക്കുന്നത്? അതേപോലെ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ അവർക്ക് യൂത്ത് ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് കുറച്ച് ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ, ഗൈഡൻസ് ഉണ്ടെങ്കിൽ ആവാൻ ചാൻസ് ഉള്ള. ഈ കോൺഗ്രസിന്റെ ഈ ഒപ്പോസിഷന്റെ ഇത് വെച്ചിട്ട് ഇവർക്ക് നല്ലൊരു ഇത്രയും ആൾക്കാരും ഉണ്ട്, ഉപയോഗിക്കാൻ വേണമെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു AAP അന്ന് വന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഡൽഹിയിൽ ഭയങ്കര ഒരു മോണോപ്പൊളി പോലെ കോൺഗ്രസ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം
ഭയങ്കര പ്രശ്നം ഭയങ്കര അഴിമതിയൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ ആ ഒരു നിർഭയ കേസും അതെ, നിർഭയ കേസും അത് ഇതൊക്കെ വന്ന്. അല്ല, ആ സമയത്ത് യു പി എ സർക്കാരിനെതിരെ ഭയങ്കരമായിട്ട് ഈ അഴിമതി സാധനങ്ങൾ ഭയങ്കര കൂടുതലായിരുന്നു. ഈ 2G അങ്ങനെ കുറെ ഉണ്ടായിരുന്നു ഇങ്ങനെ. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിലായിരുന്നു. പക്ഷേ ഡൽഹി ഗവൺമെന്റ് തന്നെ ഭയങ്കര ഒരു അഴിമതി എന്ന് പറഞ്ഞ ഒരു സംഭവം എന്നുള്ള രീതിയിൽ വന്നു. അപ്പൊ അത് AIP അതിനെയാണ് അഡ്രസ്സ് ചെയ്തത്. ഈ അഴിമതി ഭരണം എന്നുള്ളൊരു സംഭവമാണ് അഡ്രസ്സ് ചെയ്തത്. പക്ഷെ ഇനി ഈ CJPയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് അവരെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ അൺഎംപ്ലോയ്മെന്റ്, പിന്നെ ഇപ്പോൾ ഈ നീറ്റിന്റെ ഒരു ഇഷ്യൂ, അതൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു ഹോൾ ഇന്ത്യ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്ലേസ് മാറ്റണം എന്നുള്ള രീതിക്കൊന്നും അല്ലല്ലോ അവർ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പാർട്ടി ആവും എന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലൊരു സർക്കാസ്റ്റിക് ഒപ്പോസിഷൻ ആയിട്ട് ചിലപ്പോൾ അവിടെ കാണും, അല്ലാണ്ട് ഒരു പാർട്ടി ആവും തോന്നുന്നില്ല. ഇല്ല, ആപ്പി തന്നെ ഇടയ്ക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ, കുറെ പേര് സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട് വന്ന സമയത്ത്. അതെല്ലാം പിന്നെ നല്ല ആൾക്കാരാണ് നിർത്തിയത്. ഈ എൻവയോൺമെന്റലിസ്റ്റ് ഒക്കെയാണ് കൂടുതൽ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ ഇവരൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് നിന്നുകൊണ്ടിരുന്നത്. ശ്രദ്ധിച്ചാൽ മതി, നല്ല ആൾക്കാരാണ് അവർ, സംസാരിക്കുന്നത് നല്ല രസമായിരുന്നു. പക്ഷെ ഒന്നും അവരൊക്കെ ഈ ചർച്ചയിൽ വന്ന് പാവം തോന്നും. ശരിയാണ്, അവർക്ക് അവർ ഇതുപോലെ ഇടപെടൂലടാ. അല്ല, അവർക്ക് പാതർന്ന് വരുമ്പോഴത്തേക്കും മറ്റൊരു ഇവർക്ക് ഭയങ്കര പ്രതിപക്ഷ ബഹുമാനവും ആ സാധനവും ഒക്കെ ഉണ്ട്. അപ്പം ഇവരിങ്ങനെ സംസാരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റേ പ്രൈം ടൈമിലൊക്കെ അവര് ഈ അടി പിടിയൊക്കെ ആണല്ലോ കൂടുതൽ സെല്ലിങ്. അപ്പൊ അതിനെ കൂടുതൽ കൊടുക്കും. PC ജോർജിന്റെ കേട്ടായിരുന്നു, മറ്റേ PC ജോർജിന്റെ അച്ഛനും അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ നാളില് ഞാൻ അങ്ങനെ ഉള്ളതല്ലേ. അല്ല, ആൾക്കാർക്കും ഇഷ്ടം ഭയങ്കരമായിട്ട് സംസാരിക്കണം, ഇതുപോലെ അടികൂടുന്ന ഭയങ്കരമായിട്ട് എന്റർടൈൻമെന്റ് ആവണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് അവർ എഫിഷ്യന്റ് ആയിട്ട് കാണുന്നത്. സംസാരിക്കുന്ന എന്നാൽ നല്ല എഫിഷ്യന്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ അല്ല അവർക്ക് വേണ്ടത്. ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരാണ് ആളുകൾക്ക് വേണ്ടത്. അതും എന്റർടൈൻമെന്റ് അല്ലേ, എന്റർടൈൻമെന്റ് ആയിട്ട് മാറിയല്ലോ. വാർത്താ ചാനലും എന്റർടൈൻമെന്റ് ആയല്ലോ മൊത്തത്തില്. കോമഡിയും ഇതും കുതിരപ്പുറത്ത് പോണത്. അത് ഞാൻ ഒരു റീല് കണ്ടു, മറ്റേ SKNന്റെ പരിപാടിയില് മറ്റേ ഒരു മാലാ പാർവതിയില് അവരിരുന്ന് പറയുന്നുണ്ട്, മറ്റേ എന്താ ഇപ്പം കേരളത്തിൽ ഫുള്ള് ഈ സെലിബ്രേറ്റ്, ഇപ്പം എന്ത് ഉദ്ഘാടനം, എന്ത് ഇപ്പം വലിയ ഒരു സാംസ്കാരിക പരിപാടിയാണെങ്കിൽ പോലും സിനിമാക്കാരെ മാത്രമേ, ഫുള്ള് അങ്ങനത്തെ ആൾക്കാരെ മാത്രമേ എടുക്കാറുള്ളൂ. ഇപ്പം എന്താണ് സ്കൂളിന്റെ പരിപാടിക്കാണെങ്കിൽ പോലും സിനിമ അങ്ങനെ ഒരു ആ ഒരു അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ, ഇപ്പൊ ചർച്ചയാണെങ്കിൽ പോലും സിനിമ അങ്ങനത്തെ ടൈപ്പ് മാത്രമേ എടുക്കുള്ളൂ. അല്ലാതെ ഇവര് ഉണ്ടായിരുന്ന സമയത്ത്, ഇവര് പണ്ട് TV ഉണ്ടായിരുന്ന സമയത്ത് ആകെ ചെയ്തിട്ടുള്ളതിൽ 10 പേരെന്തോ കൊണ്ടാണ് സിനിമ ഇൻഡസ്ട്രിയുമായിട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ ബാക്കിയല്ല ഈ എന്താ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആൾക്കാരൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം അത്രയും സാമൂഹിക പ്രതിബദ്ധത ഉണ്ടായിരുന്നു, ഇതില്ല. അപ്പം ഞാൻ ആലോചിച്ചു, ഇവര് തന്നെ ഈ ന്യൂസിൽ ഇപ്പം പ്രൈം ടൈം ചർച്ചയിലൊക്കെ എന്റർടൈൻമെന്റ് വാല്യൂ മാത്രമേ നോക്കി ഇടാറുള്ളൂ. അല്ലാതെ ഒരു ഇതില് എല്ലാം കണ്ടന്റ്, ഇത് ചർച്ച എല്ലാം കണ്ടന്റോ, അതാണ് ചർച്ച. അതില് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഇവര് ഈ സാമൂഹിക പ്രതിബദ്ധത കൊണ്ട് ഈ എന്താണ് മെയിൻ സ്ട്രീം മീഡിയക്ക് ഭയങ്കര സാമൂഹിക പ്രതിബദ്ധത ഉണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും അവരും ഫോക്കസ് ഓൺ കണ്ടന്റും അത് തന്നെ എന്റർടൈൻമെന്റ് ആണ് അവർ കൂടുതൽ ഇപ്പം നോക്കുന്നത്. പ്രത്യേകിച്ച് ഈ മറ്റേ റിപ്പോർട്ടറും 24 ന്യൂസ് ഒക്കെ അവർക്ക് യൂട്യൂബ് വ്യൂസ് നോക്കി തന്നെയാണ് ചെയ്യണം. ഇപ്പം മറ്റേ ഇലക്ഷൻ റിസൾട്ടിന്റെ ഒക്കെ കണ്ടു നോക്കിയാൽ മനസ്സിലാവില്ല, അവരും വ്യൂസ് നോക്കി തന്നെ ചെയ്യണം. അവർക്ക് റിട്ടൻഷൻ ആണ് കൂടുതൽ. അപ്പൊ അതിനെന്താണോ കൂടുതൽ മസാല കയറ്റി കഴിഞ്ഞാൽ നിൽക്കുമെങ്കിൽ അത് തന്നെയാണ് അവരും കയറ്റുന്നത്. അവര് ചർച്ച എന്നിട്ട് ഓൺലൈൻ മീഡിയയും യൂട്യൂബും ബാക്കിയുള്ളവര് എല്ലാം കണ്ടന്റും എല്ലാം അവര് ചാരി വെച്ചിരിക്കുകയാണ്. പാവങ്ങള് എല്ലാം അവരെ കുറ്റങ്ങൾ. നമ്മളെന്തോ അത് എല്ലാവരെ പോലെയൊക്കെ തന്നെ ഇപ്പം ഒരേ നിലവാരമൊക്കെ തന്നെ. പക്ഷെ മറ്റൊരു ഓൺലൈൻ മീഡിയ സമൂഹത്തിന് ആപത്ത്. ഈ ടോക്ക് ഷോ നമ്മൾ തമ്മിൽ നടത്തിയ തന്നെ തമ്മിൽ നടത്തിയ തന്നെ ഈ ഒരു സലീം കുമാറിന്റെ ആ ഒരു ചടങ്ങിനോട് ചന്തു പൊട്ടിത്തെറിച്ചതും അതാണ് സംഭവമായിട്ട് വന്നത്. ഇവരെ എല്ലാം കണ്ടന്റ് ആക്കിയത്. പക്ഷെ ആ സാധനത്തില് പക്ഷെ ആ സംഭവം നടക്കുമ്പോഴേ ഈ ഓൺലൈൻ മീഡിയ മാത്രമല്ലായിരുന്നു, എല്ലാരും ക്യാമറ വെച്ച് തന്നെ ഈ അത്
ഒരു സാധാരണ ആൾക്കാരും ക്യാമറ വെച്ച് ആൾക്കാരെല്ലാം എന്നുവെച്ചാൽ നാട്ടിലുള്ള ആൾക്കാർ കാണാൻ പറഞ്ഞ ആൾക്കാരെല്ലാം ഇങ്ങനെ എന്തോ കൗതുകം പോലെ ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ ഓണാക്കി എന്നുവെച്ചാൽ അവിടെ ഒരുപാട് ആൾക്കാർ വരുമല്ലോ സെലിബ്രിറ്റീസ് ഒക്കെ അപ്പൊ എല്ലാവരെയും ഇങ്ങനെ പിടിക്കുന്നു, ചിലർ ഇങ്ങനെ സെൽഫി എടുക്കണ്. ആ മൃതദേഹത്തിന്റെ അടുത്ത് നമ്മൾ ഒന്ന് ലാസ്റ്റ് ഒന്ന് കാണാനല്ലേ നോക്കാനുള്ളത്, ഇതല്ലാതെ അവിടെ ചെന്ന് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ കറങ്ങി ദിലീപിന്റെ ഒരു സെൽഫി ഇങ്ങനെ എടുത്തു. അപ്പോഴ് ദിലീപ് ഫ്രണ്ടല്ലേ, ഒരു ഭയങ്കര വിഷമത്തിൽ ഇരിക്കുന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല കാണിച്ചു കൊടുക്കണം. പിന്നെ ഒരുപാട് VD സതീശൻ വരുമ്പോ മറ്റേ ത്രിവർണ അതിട്ട് ത്രിവർണ കോണമെന്നായിരിക്കും. എന്തോ സാധനം നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് മറ്റേ എടാ ഒരു സാധനം ഇടൂല്ലേ, മറ്റേ ഒരു കോൺഗ്രസിന്റെ അവൻ കോണമെന്ന് പണ്ട് പറഞ്ഞ അതാണ് എന്റെ വായി വന്നത്. നീയല്ലേ പറഞ്ഞത്? ഇവനാണ് പറഞ്ഞത്. മനസ്സിലായി. ഒരു ഷോള് അത് ഈ ഒരു സന്ദർഭവും കൂടെ വന്നപ്പോഴാണ് അത് കേറാൻ വേണ്ടി അങ്ങനെ ഇടക്കം. അതൊക്കെ എന്തോന്ന്, അതും ഓൺലൈൻ മീഡിയയുടെ ഇതാണ്. ഓൺലൈൻ മീഡിയ അത്ര നല്ല ഇതൊന്നും അല്ല, പക്ഷെ എല്ലാം കൂടെ കൊണ്ട് അങ്ങ് തലയിൽ വെച്ച് കൊടുക്കരുത്. സാധാരണ ആൾക്കാരുടെ സിവിക് സെൻസും പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്. കാര്യം എല്ലാവരും അവിടെ നിൽക്കുന്ന മിക്കവരും കുറെ പേര് ഇങ്ങനെ ഫോൺ എടുത്ത് വെച്ച് വേറെ എന്തോ ഒരു മരണവീടല്ലേ എന്തൊക്കെ പറഞ്ഞാലും അവര് കൗതുകം എന്നുള്ള രീതിയിലായിരിക്കും. അവിടെ ആ നാട്ടിലുള്ള എല്ലാരും മിക്കവാറും ഈ സെലിബ്രിറ്റീസ് എല്ലാരും വരുന്നേന്നും പറഞ്ഞുകൊണ്ടുള്ള. എനിക്ക് നാട്ടുകാരായിരിക്കൂല കേട്ടോ, അപ്പം അവിടെ നാട്ടുകാരായിരിക്കൂല, ഇത് പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും. ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുമല്ലോ. അല്ല, ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വരും. സലീംകുമാറിന്റെ മരണവും ആ ഒരു ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളും കൂടെയാണ്. അപ്പോഴും ഒരുപാട് പേര് പല സ്ഥലത്തു നിന്ന് വരും. അവര് വന്നിട്ട് അവര് ഇങ്ങനെ ഫോൺ ഇങ്ങനെ എടുത്തിട്ട് ബാക്കിയുള്ളവര് വലിയ സെലിബ്രിറ്റികൾ വരും, അവരെ ചുമ്മാ അങ്ങ് ക്യാമറ അങ്ങ് ബുക്കെയാണ്. മരണവീട് പണ്ടൊന്നും ഇങ്ങനെ കുറവായിരുന്നു. ഇങ്ങനെ ഒരു ആൾക്കാർ, എനിക്ക് ഫോൺ എടുക്കാൻ തന്നെ മടിയാണ്. മരണവീട്ടിൽ ഫോൺ എടുക്കാൻ തന്നെ ഒരു കോൾ വന്നാൽ പോലും അവര് പെട്ടെന്ന് ഓഫ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യുക ചെയ്ത് വയ്ക്കും. അധികം സംസാരിക്കുന്നതിന് അടക്കം പറഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലും വിളിക്കാൻ കട്ട് ചെയ്യും. അല്ലെ, അത് ഇപ്പം VS അച്യുതാനന്ദൻ മരിച്ച സമയത്താണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സെലിബ്രിറ്റീസ് ആവുമ്പോഴേ എവരൊന്നും ആ ഒരു മാനസിക പരിഗണന കൊടുക്കുന്നത് കുറവാണ്. അല്ല, സാധാരണ ഒരാളിന്റെ വീട്ടിൽ എങ്ങനെയാണോ മരണം നടക്കുന്ന ആ ഒരു സെയിം അവസ്ഥയിൽ കൂടെ തന്നെ ആയിരിക്കും അവരും പോകുന്നത്. അവര് വേറെ വ്യത്യസ്തരൊന്നും അല്ലല്ലോ. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ വിചാരിച്ചാൽ മതി, നിങ്ങളെ വീട്ടിലാണ് ഇത് കാണിക്കണമെങ്കിൽ ഇവരെല്ലാം പൊട്ടിത്തെറിക്കും. എല്ലാവരും ഇങ്ങനെ ഫോൺ എടുത്ത് അത് ഭയങ്കര അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരാളിങ്ങനെ ഇത്രയും ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ ഒരു ഫ്ലാഷ് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് അതും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവും. അതിപ്പോ ആ ഒരു സമയത്ത് ആർക്കായാലും അതും അവിടെ ഒരു സ്ഥലം കുറവാ. അവിടെ ഫ്രണ്ടില് നമ്മൾ പോയായിരുന്നു, അപ്പോഴും ഒരു സ്ഥലം കുറവാ. അതിന്റെ ഇടയിലാണ് ഇവരിങ്ങനെ തള്ളണത്. അവര് ഈ മരണാനന്തര ചടങ്ങൊക്കെ ചെയ്യുമ്പോ അതിനൊരു സ്പേസ് എന്ന് പറഞ്ഞ സ്ഥലം ഇത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഇല്ല. ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. അവർക്കൊരു സ്പേസ് കൊടുക്കാതെയും മൊത്തത്തില് ഇത് ഈ കർമ്മങ്ങൾ ഇല്ലെന്നും പറഞ്ഞ് മൊത്തത്തില് ആ ഒരു സ്പേസ് കൊടുത്തില്ല അവർക്ക്. അല്ലടാ, അവർക്ക് കുറച്ചു നേരം നമ്മളെല്ലാവരും വീട്ടിലും മരണം നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും വച്ചിട്ട് അടുത്തുള്ള ബന്ധുക്കൾ അടുത്തിരുന്ന് ലാസ്റ്റായിട്ട് കാണും. ചിലപ്പോൾ അവർ കരയുമായിരിക്കും. അടുത്തുള്ള ബന്ധുക്കൾ മാത്രമേ അവിടെ കാണുള്ളൂ. എന്നിട്ട് അവരൊക്കെ ഒരു സ്പേസ് കൊടുക്കും. അവിടെ ചെന്ന് ആരും ഇങ്ങനെ തള്ളിക്കയറുന്നില്ല. ഇപ്പൊ വരണ ആൾക്കാർ തന്നെയാണെങ്കിലും ഇപ്പം നമ്മൾ അറിയുന്ന ഒരാളാണെങ്കിൽ നമ്മളടുത്ത് വന്നിട്ട് നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ടൊക്കെ അങ്ങ് പോവും, മാറിപ്പോവും. അല്ലാതെ ഈ ഉള്ള ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ചൊന്നും വരൂല അതിനകത്ത്. അവിടെ എപ്പോഴും ഒരു സ്പേസ് കാണും. അവർ പീസ്ഫുൾ ആയിട്ടിരുന്ന് ആ ലാസ്റ്റ് മൊമെന്റ്സ് അവരെ കൂടെ അവർ കരയായിരിക്കും. ബട്ട് സ്റ്റിൽ അങ്ങനെയാണത് ആ വിഷമം അങ്ങ് പോണത്. അല്ലേ, കണ്ടിട്ടില്ലേ? ഇപ്പൊ വരണമെങ്കിൽ തന്നെ ആൾക്കാർ ഇങ്ങനെ തിക്കും തിരക്കൊന്നും കൂട്ടില്ല, ഓരോരുത്തരായിട്ടായിരിക്കും വന്ന് പോണം. പക്ഷെ നമ്മുടെ സാധാരണ ഒരു സാധനത്തിൽ അങ്ങനെയാണ് അവർ ആ വിഷമം കുറച്ചു നേരം ഇരുന്നിട്ടാണ് പോണം. അപ്പൊ ഇവിടെ അവർക്ക് ആ ഒരു സാധനം ഇല്ല. അവർ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര തള്ളും. അവര് പൊതുദർശനം അത് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും പിന്നെയും പൊതുദർശനം വെച്ചിട്ടാണ് വീട്ടിലോട്ട് വരണം. അപ്പോഴും ഈ ഒരു പ്രശ്നം വരുമ്പോൾ അതും ആൾക്കാരാണ്, ഓൺലൈൻ മീഡിയയും ആൾക്കാരും. പിന്നെ ഓൺലൈൻ മീഡിയക്കാര് ഈ സെലിബ്രിറ്റികളെ എടുക്കാൻ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ആരൊക്കെ വന്നു. ഇപ്പൊ അത് ആ ക്യാമറയിൽ പെട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് പള്ളു വിളി കിട്ടും.
തന്നെ ശരി, ആരൊക്കെ വന്നില്ല അതൊക്കെയാണ് അവർ നോക്കണം. അയ്യോ അവരെ കണ്ടില്ലല്ലോ ഇവരെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ ചീത്ത വിളി. നമ്മള് മറ്റേ ഓൺലൈൻ മീഡിയനെ കുറ്റപ്പെടുത്താതിരുന്നതല്ല, പക്ഷെ ചെയ്യേണ്ട സാധനം ഉണ്ട്. അവരുടെ മാത്രമല്ല, അവരുടെ മാത്രം കുറ്റമല്ല. പിന്നെ ചിലതിൽ അവർ ഈ ടൈറ്റിലൊക്കെ ഇടുന്നതും ചെയ്തത് കണ്ടോ, ഇത് കണ്ടോ, ആംഗിൾ പിടിക്കുന്ന അല്ല. ഈ മരണത്തിന്റെ ഇതിൽ തന്നെ റീലിലൊക്കെ ഒരു താഴെ ടൈറ്റിൽ ഇടണം, ഇവര് വന്നു മറ്റേത് വന്നു. ഒരു എന്താ ആൾക്കാർക്ക് ഒരു കമന്റ് ഇടാനുള്ള രീതിക്കുള്ള സാധനങ്ങളൊക്കെ ചെയ്യും സാധാരണക്കാരെ പോലെ. അതായത് ഈ ടീനി ടോമൊക്കെ കരയുന്ന സംഭവമൊക്കെ എടുത്തിട്ടിട്ട് പുള്ളിനെ ഒരു കോമാളി പോലത്തെ രീതിയിൽ ടൈറ്റിലും കൊടുക്കും. അതെ, പ്രിയ സുഹൃത്ത് ചെയ്തതിന് കണ്ടോന്ന് പറഞ്ഞിട്ട്. അപ്പൊ കമന്റ് ഫുള്ള് പുള്ളിക്കെതിരെ. ഒന്നാമത് എയറിലായിരിക്കുന്ന ടൈമിലാണ് ഇതും കൂടെ ഇടുന്നത്. അപ്പോഴും മൊത്തത്തിൽ നെഗറ്റീവ് അങ്ങ് കമന്റ് അങ്ങ് വെച്ചു കൊടുക്കാം. ടിനി ടോമിന് അഭിനയമാണോ? അഭിനയം ഇത് ഫുൾ ആക്ടിങ് ആണ്. ഒരാള് കരയണത് ഇത്രയും എനിക്ക് തോന്നുന്നു അവര് ക്ലോസ് ആണ്. ഈ ആദ്യം ഇത് ട്രൂപ്പിലൊക്കെ വരുന്നത് ഒരുമിച്ചാ. അപ്പൊ അത്രയും ബന്ധമുണ്ട്. സലീം അപ്പ അങ്ങനെ എന്തോ ആണ് വിളിക്കണത്. അല്ല, സലീംകുമാർ താറ്റയൊക്കെ ചെയ്യല്ലോ. ഇനി എന്താ ഇപ്പൊ ചെയ്തത്, ഇനി ആരെയാ ഇപ്പൊ ചെയ്തത് അതല്ലായിരുന്നു. അപ്പൊ അത്രയും ഇതുള്ളതുകൊണ്ടാണ് അതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യുന്നത്. എയറിലായി പോയെന്നും പറഞ്ഞ് ഇങ്ങനെ. അല്ല, അത് ചിലപ്പോ ഈ ഒരു വൾനറബിൾ സിറ്റുവേഷനിലേക്ക് ചിലപ്പോ പുള്ളി ഭയങ്കരമായിട്ട് കരഞ്ഞു പോകും. പക്ഷെ അതൊക്കെ എടുത്തിട്ട് അത് ആ ഒരു രീതിയിൽ എടുത്തിട്ട് അല്ല ചില നമ്മള് പ്രദർശിപ്പിക്കുന്നതിനും ഒരു ഇതുണ്ടല്ലോ, അതിന് നമ്മൾ കാണുന്ന രീതി മാറ്റും. ഇല്ലട്ടാ, ചിലവര് കരയണത് ചിലപ്പം ഇത് ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. അവരെ രീതി അങ്ങനെ ആയിരിക്കും. അവര് ഇമോഷണലായിട്ട് പോകുന്നത് നമുക്ക് പരിചിതമല്ലാത്ത രീതിയിലായിരിക്കും. ഓരോരുത്തർ കരയണ വ്യത്യസ്ത രീതിയിലല്ലേ. അപ്പോഴങ്ങനെ ആയിരിക്കും ചെയ്യണം. അപ്പോഴത് നമുക്ക് ചെറിയൊരു വിട്ടെടുത്തിട്ട് മറ്റേ ഏത് സിനിമ, മറ്റേ വാഴ 1 ഒരു സംഭവം, അതും ഇങ്ങനെ ആർട്ടിഫിഷ്യൽ അഭിനയം എന്ന് പറഞ്ഞിട്ട് വാഴ 1 ഒരു റൂമിൽ വെച്ചിട്ട് അച്ഛനുമായിട്ടുള്ള ഒരു സംഭവം. അത് നല്ലൊരു ആക്ടിംഗ് ആണ്, നല്ല സാധനമാണ് അത്. പക്ഷെ പലരും പറയണത് ആർട്ടിഫിഷ്യൽ ഇങ്ങനെ നിന്നിട്ട് അല്ല, അങ്ങനെയാണ്. ആ സമയത്ത് ഭയങ്കര ഇതായി പോകും. നമ്മള് ദേഷ്യവും വിഷമവും എല്ലാം കൂടെ ഒക്കെ വന്നിട്ടുള്ള സാധനമാണ് ചെയ്തത്. പക്ഷെ അത് ഭയങ്കര ട്രോള് അല്ല, അത് പക്ഷെ കറക്റ്റ് സാധനമാണ്. അത് മിക്കവരും കളിയാക്കണുണ്ട്. അത് പറയാനൊന്നും പറ്റൂല. അതുപോലെ തന്നെ ഈ പറഞ്ഞ സാധനത്തിൽ തന്നെ ഈ ക്യാമറ ആംഗിൾ വയ്ക്കുന്നത് ഒരു സംഭവം ഉണ്ടാകും. ഒരേ സാധനം തന്നെ പല ആംഗിളിൽ പല പെർസ്പെക്റ്റീവാണ് കിട്ടുന്നത്. പെർസ്പെക്റ്റീവ് മാറും. അത് ഇവർ വയ്ക്കണ പോലെയൊക്കെ ആയിരിക്കും. ഇവർ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്ന് അവർക്ക് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പം 5 ക്യാമറയിൽ കറക്റ്റ് ആയിരിക്കും. ഒരു ആംഗിളിൽ നിന്നായിരിക്കും ചിലപ്പോൾ അത് വേറൊരു സാധനം കിട്ടണം. അതെടുത്തങ്ങിടും. അത് ഈ നടിമാരുടെ സാധനമുണ്ട്, നോക്കിയാൽ മതി. ഇവർ ഏതെങ്കിലുമൊക്കെ ആംഗിളിൽ നിന്ന് എടുത്തിട്ടിട്ട് ഇവർ ചെയ്തത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിലാണ് ഇവർക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ഒതുങ്ങിയതും അങ്ങനെ കുറച്ച് സാധനം ഏറിപ്പോയപ്പോഴാണ്. അതെ, അതിൽ നമ്മൾ മറ്റേ ഒരു ഇന്റർവ്യൂ ചെയ്യണ ഒരു പയ്യനുണ്ടല്ലോ, കാറിൽ പോണ കല്യാണം കഴിക്കാനില്ലേ എന്നൊക്കെ ഒരു അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കും. അവ ഇതില് തമ്മിൽ പറയണുണ്ടാ, ഇത് നടിമാര് തന്നെ അവർക്ക് പൈസ കൊടുത്തിട്ട് വിളിക്കും. മാളിലോ എയർപോർട്ടിലോ ഒക്കെ പോണെങ്കിൽ ഇവരെ അറിയിക്കും നമ്മളിവിടെ വരുന്നുണ്ട്. തന്നെടാ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ ജോലിച്ച് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഇവർക്ക് എങ്ങനെ മനസ്സിലാവുന്നു, ഈ ആൾക്കാർ വരുന്നത് ഇവർക്ക് എങ്ങനെ മനസ്സിലാവുന്നു എന്ന് നമ്മൾ ഇങ്ങനെ ചോദിക്കും. ശരിയാണ്. അല്ല, ഈ പണ്ട് കേട്ടിട്ടുണ്ട് ബോളിവുഡ് പാപ്പരാസി സെറ്റപ്പിലും ഇങ്ങനൊരു സാധനം ഉണ്ട്. അവർക്ക് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവര് ജയറാം പറഞ്ഞിട്ടുണ്ടല്ലോ, എയർപോർട്ട് ഫോട്ടോഗ്രാഫി എയർപോർട്ട് എന്തോ സാധനം പാപ്പരാസി. അവിടെ വരുമ്പോ പിന്നെ ജിമ്മ് രാവിലെ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് എന്നാ ഓക്കെ അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇങ്ങനെ നടന്നിങ്ങനെ ഒരു കുപ്പിയായിട്ട് ഇങ്ങനെ നടിമാര് നടന്നു പോകും. നടിമാരെ മാത്രമല്ലടാ, സച്ചിൻ ടെണ്ടുൽക്കറുടെ മോളെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അർജുൻ ടെണ്ടുൽക്കർ പോവും, അവനെ പട്ടി മൈൻഡ് അങ്ങനെ ഉണ്ടടാ. ആ കൊച്ചിന്റെ പുറകെ രാവിലെ അവന്മാർ തൂക്കി ഇറങ്ങും. പിന്നെ ഈ ഓൺലൈൻ മീഡിയാസിനെ കുറച്ചുകൂടെ വളർത്തുന്നതും സെലിബ്രിറ്റീസ് തന്നെ. അവരുടെ പ്രൊമോഷനും ഇതിനൊക്കെ ആയിട്ട് അവരെ യൂസ് ചെയ്യാറുണ്ടല്ലോ. ഈ ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോഴത്തേക്കിനൊക്കെ ഉദ്ഘാടനം പിന്നെ സിനിമ പ്രൊമോഷൻ യൂസ് ചെയ്യാറുണ്ടല്ലോ അവര്. ചെയ്യാറുണ്ടല്ലോ. അവരൊന്നൊരു അതിര് കിടക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ
ഇതൊക്കെ ബാധകമാണ്. അല്ല ഇപ്പം ഉല്ലാസ് നേരത്തെ പറഞ്ഞില്ലേ മറ്റേ പബ്ലിക്കായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എടുക്കാം, ഇത് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയല്ലേ? ഇതിലല്ലല്ലോ പറഞ്ഞത്. അല്ല അവൻ പണ്ട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഉല്ലാസം പറഞ്ഞല്ലോ നീ. അത് വേണമെങ്കിൽ ഉല്ലാസം ഒന്ന് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ നീ ഏതാ പുതിയ മീഡിയ ചാനൽ തുടങ്ങി. ഇല്ല പബ്ലിക്കില് ഫോട്ടോ എടുക്കുന്നതിനൊന്നും വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ അത് പബ്ലിഷ് ചെയ്യുന്നതിലാണ് പ്രശ്നം. പക്ഷെ ഒരാളെ ഫോക്കസ് ചെയ്തെടുത്ത് തന്നെ അതാണ് പ്രശ്നം. അവർക്ക് വിട്ടുവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടാതിരിക്കണം, അങ്ങനെയാണ് ഒരു നിയമം. പക്ഷെ അതൊന്ന് കൺട്രോൾ ചെയ്യാനൊന്നും ഇവര് പറയും പോലെ പറ്റില്ല. അല്ല, ഇന്ന് നേരത്തെ ചേട്ടൻ പറഞ്ഞില്ലേ മറ്റേ നമ്മൾ തമ്മില് മറ്റേ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അവരെ ഫോട്ടോ എടുത്ത് ഇടുന്നുണ്ട്, അവരെ വീഡിയോ എടുത്ത് ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് ഡിലീറ്റ് ചെയ്യുന്ന പറയാൻ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. പറയാറില്ലെന്ന്, അതുകൊണ്ടാണ് അതൊക്കെ അവര് ചാനലിൽ കിടക്കുന്നത്. അപ്പൊ ഇവര് ഇത്ര ഇതാണെങ്കിൽ എല്ലാരും മാസമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറയൂ, അപ്പോഴേ അവര് പൂട്ടുമല്ലോ. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ല, നമുക്ക് കേസായിട്ട് വേണമെങ്കിൽ പോയി, ഇപ്പൊ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ സാധനം യൂസ് ചെയ്തു, എന്റെ ഇത് ഫോട്ടോ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ അവർ തന്നെ പറയും. അത് ഈ മറ്റേ ഇടയ്ക്ക് വന്നത് മറ്റേ ഈ തൊപ്പിയുടെ സാധനം ഇല്ലേ, തൊപ്പിനെ ഏതോ ഒരു പെൺകുട്ടി ഇന്റർവ്യൂ ചെയ്തില്ലായിരുന്നു പണ്ട്. ആ പെൺകൊച്ച് ആ ചാനലിൽ നിന്ന് ഇറങ്ങി, അവരുമായിട്ട് എന്തോ തെറ്റിപ്പിരിഞ്ഞ് ഇറങ്ങി. അപ്പൊ ഈ തൊപ്പിയുടെ ഇപ്പൊ വൈറലായില്ലേ, അപ്പൊ അവന്മാര് ആ കുട്ടിയായിട്ടുള്ള സാധനങ്ങള് മറ്റേ ഇവര് രണ്ടുപേരും തമ്മിലൊരു കണക്ഷൻ ഉള്ള പോലത്തെ രീതിയിൽ റീലൊക്കെ ഇട്ട് ഇറക്കിയടാ. അല്ല അവന്മാരെ സാധനമാണ്, ഒന്നും ചെയ്യാനും പറ്റൂല, അവരെ പ്രോഡക്റ്റ് ആണ്. ആലോചിച്ചൊക്കെ അവന്മാര് ആ കൊച്ചിന് തന്നെ അതൊരു ഇതാണ് ഈ ഒരു ടൈമില്. ആ കേസൊക്കെ എന്തായി? അതിപ്പോ എന്തോ മറ്റേ ഓരോ ദിവസം ഓരോ ചാനൽ തുടങ്ങും. ഒരെണ്ണത്തിൽ വീഡിയോ എടുക്കും, കുറച്ച് കഴിയുമ്പോ ചാനൽ പൂട്ടിപ്പോണുണ്ട്. ലാസ്റ്റ് വീഡിയോ ഇട്ട ചാനലൊന്നും കാണാനില്ല ഇപ്പൊ. അതെന്തോ ഡിലീറ്റ് ആയെന്ന് തോന്നുന്നു, ആ വീഡിയോ ഡിലീറ്റ് ആയെന്ന് തോന്നുന്നു. അല്ല അതില് കുറച്ച് ഗുണം കിട്ടിയത് സീക്രട്ട് ഏജന്റ് ആണെന്ന് തോന്നുന്നു. ചാനൽ ഡിലീറ്റ് ആയില്ല. അല്ല അവരുടെ വീഡിയോസ് എല്ലാം പുള്ളിയുടെ വീഡിയോ എല്ലാം കിടക്കണം, അതിനകത്താണ് കിടക്കുന്നത്. അവന്മാരുടെ വീഡിയോ അവന്മാരുടെ ചാനലില്ല, എല്ലാം ഇങ്ങേരുടെ ചാനൽ. കാര്യം ഇങ്ങനെ ഇത് നോക്കിയിട്ട് റിയാക്ട് ചെയ്യും, അപ്പൊ സാധനം താഴെ കാണിക്കണമല്ലോ. അല്ല പുള്ളി അവരൊരു 20 മിനിറ്റ് ആണെങ്കിൽ പുള്ളി ഒരു മണിക്കൂർ ഇടും. ഇങ്ങനെ കുറച്ച് പോസ് ചെയ്ത് ഈ കാര്യം പറയുമ്പോ വിവരിക്കും. അതാ സംഭവം. ഇപ്പൊ മറ്റേ അവന്റെ സാധനം ഒന്നും ഇപ്പൊ കാണാനില്ല, അതിങ്ങനെ ബിറ്റ് ആയിട്ട് ഓരോ ആരെങ്കിലും ഒക്കെ ഇട്ടേക്കണായിരിക്കും, പക്ഷെ ഫുള്ളുള്ള അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ. കുറച്ചുനാള് നമ്മൾ ഇല്ലാതിരുന്നപ്പോ നടന്ന സംഭവങ്ങളാണ്. ഇപ്പൊ അതിന്റെ ഇതൊക്കെ അണഞ്ഞു കാണും. അല്ല ഈ നീറ്റും കോക്രോച്ചും പിന്നെ ടെലഗ്രാമും അണഞ്ഞിട്ടില്ല. നമ്മൾ അവസാനം പറഞ്ഞ കേരളവുമായി ബന്ധപ്പെട്ട് തദ്ദേശീയമായ സാധനങ്ങൾ മറ്റേത് റെലവന്റ്. പക്ഷെ എന്തായാലും നീറ്റ് എക്സാമിന് പോകുന്ന ആൾക്കാർക്ക് ഓൾ ദി ബെസ്റ്റ്. അതെ, അനുഭവിച്ച ഇതൊക്കെ ഒന്നുകൂടെ അനുഭവിക്കേണ്ടി വരും. പക്ഷെ എന്നാലും ഇങ്ങനത്തെ അവസ്ഥകൾ ഇനി ഉണ്ടാവില്ല. എഴുതിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ എന്താണ് അവസ്ഥ? നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് പരീക്ഷ ക്യാൻസൽ ആയപ്പോഴും രണ്ടാമത് അതിന്റെ പ്രിപ്പയർ ചെയ്തപ്പോഴും നിങ്ങൾ കടന്നുപോയ ട്രോമ അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്നത് കൃത്യമായിട്ട് കാണുമെന്തോ? ശരി, അവര് കാണാൻ ചാൻസ് കുറവാണ്. 4 മണിക്കൂർ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ കാണും. ബന്ധുക്കളോ നിങ്ങളുടെ നാളെ കഴിഞ്ഞിട്ട് കാണാലോ. കാണാം, പക്ഷെ അവർക്ക് അതല്ലേ പറഞ്ഞത് നമ്മളുടെ ചാനൽ അവരൊക്കെ കാണോ എന്നാണ് അവർ ചോദിച്ചത്. അതൊരു വർത്താനോട് അങ്ങനെയല്ലേ? അല്ല 16 വയസ്സുള്ള ആൾക്കാര് കാണുന്നത് ചിലപ്പോൾ കുറവായിരിക്കും. അതാണ് ബന്ധുക്കളോ അച്ഛനമ്മമാരോ പാരന്റ് അല്ല സഹോദരങ്ങളോ ആരെങ്കിലും അവരുടെ ചോദിച്ചിട്ട് പറയാ. പിന്നെ ഇത് ഒരു നാഷണൽ ന്യൂസ് ആണ്, പക്ഷെ അത് അർഹിച്ച ഒരു പരിഗണന കിട്ടുന്നില്ല. അതിൽ നമുക്ക് ഒരു പ്രതിഷേധം ഉണ്ട്. ഈ 11 പേരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു കുട്ടികൾക്കൊരു ഇതുണ്ടായ ഒരാള് മരിച്ചാൽ തന്നെ ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ് ഇത്. അവരുടെ ഒരു നിരപരാധിയാണ് മരിച്ചത്, അവരുടെ വീഴ്ച കൊണ്ട്. അത് മൊത്തത്തിലൊരു ശ്രദ്ധയില്ല. അവരെ ഈ എഴുതിയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
ലീക്ക് ചെയ്ത ആൾക്കാരെക്കാട്ടി അനുഭവിക്കുന്നത് ഈ എഴുതിയ ആൾക്കാരാണ്. അത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. പക്ഷെ അത് അർഹിക്കുന്ന ഒരു ഇത് കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു. പ്രോപ്പറായിട്ട് ഇനി അഡ്രസ് ചെയ്യപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഈ ഓപ്പോസിഷനെ പറ്റി നമ്മൾ പറഞ്ഞത്, കോൺഗ്രസിനെ പറ്റി പറഞ്ഞത്, അത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് അവര് ഒരുപാട് അങ്ങോട്ട് നമുക്ക് അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എത്ര നമുക്ക് എത്തുന്നുണ്ട്? മീഡിയ അറ്റൻഷൻ കിട്ടാത്തോണ്ടും ആയിരിക്കാം. അങ്ങനെ അത് മീഡിയയുടെയും കൂടെ കുഴപ്പമാണ്. മീഡിയയുടെ കുഴപ്പമാണ്. പിന്നെ ഇത് ഇപ്പോഴത്തെ കാലത്ത് മീഡിയയുടെ കുഴപ്പമൊന്നും മാത്രം പറയാക്കൂല. സ്വന്തം ഒരു മീഡിയ ഉള്ള ആൾക്കാർ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ CJP ഒക്കെ യൂസ് ചെയ്തല്ലേ ഇത്രയും വലിയൊരു അവർക്ക് ആളെയൊക്കെ കൂട്ടിയത്. അല്ല, ഈ ഗവൺമെന്റിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ഒരു സാധനമാണ് പ്രതിപക്ഷം. പ്രതിപക്ഷം ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം, എങ്കിലേ ഗവൺമെന്റ് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവുള്ളൂ. ഭരിക്കുന്ന ആൾക്കാർ റെസ്പോൺസിബിളും കുറച്ചും കൂടി വിജിലന്റ് ആവുള്ളൂ. അല്ലെങ്കിൽ അവർ തോന്നിവാസം കാണിക്കും. സോ അത് ഒരു രാജ്യത്തിന്റെ ഇമ്പോർട്ടന്റ് ഒരു സാധനമാണ്, അത്യന്താപേക്ഷികമാണ്. ഇനി അവർക്ക് പറ്റില്ലെങ്കിൽ നമ്മളൊരു പാർട്ടി ഉണ്ടാക്കും. നമ്മുടെ തമിഴ്നാട്ടിൽ ഇപ്പൊ ഒരു പാർട്ടി ഉണ്ടായല്ലോ. അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ണാമലൈ ബേസ് ഉണ്ട്, പാർട്ടിക്ക് ഒരു ബേസ് ഉണ്ട്. അവർക്കൊക്കെ ഐഡിയോളജി ഉണ്ടല്ലോ, കാര്യമൊക്കെ ഉണ്ടല്ലോ. മറ്റേ പുള്ളിയുടെ BJP ആയിട്ട് അനുകൂലിച്ച് പോകാൻ പറ്റൂല, ദ്രാവിഡമായിട്ടുള്ള ഒരു സാധനം തന്നെ വേണം എന്നുള്ളതിന്റെ ആണല്ലോ തുടങ്ങി. ഇപ്പോഴേ ജോയിൻ ചെയ്ത് എന്തെങ്കിലും. പക്ഷെ പുള്ളി എനിക്ക് പുള്ളിക്ക് കുറച്ച് ഇതൊക്കെ ഉള്ളത് കൊണ്ട് നല്ല എഫിഷ്യന്റ് ആൾക്കാരെ എടുക്കുള്ളായിരിക്കും, മറ്റേതുപോലെ ആയിരിക്കില്ല. ബ്യൂറോക്രാറ്റ്സുകൾ ഇങ്ങനെ തുടങ്ങി അധികം അങ്ങനെ വിജയിക്കാറില്ല. അല്ലെ, ബ്യൂറോക്രാറ്റ്സുകൾ ഇപ്പം ഭയങ്കര സെറ്റപ്പ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഇപ്പൊ ഇവിടത്തെ ഒരു ബ്യൂറോക്രാറ്റ് കാണിക്കണ അവർക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു പബ്ലിക്കുമായിട്ട് അങ്ങനെ കണക്റ്റഡ് അങ്ങനെ നമ്മൾ പഠിച്ച ഒരു ഇവര് വന്നു കഴിഞ്ഞാൽ, രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം എന്ന് പറയണതൊക്കെ അവർക്കൊരു ഇതുണ്ട്. മറ്റേ കോമൺ മാൻ്റെ അവർക്കൊരു ഭാവം, ഒരു ഈ കോമൺ മാന് അവരുമായിട്ട് ഒരു അന്തരമുണ്ട്, ഒരു ഗ്യാപ്പ്, ഡിസ്കണക്ട് ആയി ഒരു സാധനമുണ്ട്. ഇപ്പം സാധാരണ ഒരു ലീഡർ അല്ലെ സാധാരണ ഒരു നേതാവ് സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് പോലെ ആയിരിക്കില്ല അവര് കാണുന്നതും ചിന്തിക്കണത് അങ്ങനെ ആയിരിക്കൂല. അല്ല, എനിക്ക് തോന്നുന്നു ഈ ആ ഒരു ലെവലിലിരിക്കുന്ന ആൾക്കാരുടെ താഴെ ഒരു 10 ലെയർ കാണും ഇത് ഫോളോ ചെയ്യാൻ. അവര് അങ്ങനെ തന്നെ ആയിരിക്കും ആൾക്കാരുമായിട്ട് ഇടപെടുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് MM മണി. MM മണി എന്തുകൊണ്ട് അവിടെ ഇപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ അവിടെ ആ ലെവലിൽ പുള്ളിക്കുള്ള ഒരു കണക്ഷനാണ്. പിന്നെ ഇപ്പൊ ഇവര് IAS-കാരെയും അവരെയൊക്കെ ഇന്റർവ്യൂകളൊക്കെ ഇല്ലേ, ഇവര് ഈ രാഷ്ട്രീയക്കാരിങ്ങനെ അങ്ങനത്തെ ഒരു ഇമേജാണ് കൊണ്ടുവരുന്നത്. എല്ലാ രാഷ്ട്രീയക്കാരും ഇത് രാഷ്ട്രീയക്കാരെ കാട്ടി വിവരം നമുക്കുണ്ട്, ആ ഒരു ഭാവത്തിലാണ് അവർ നിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് ആ കോമൺ ആയിട്ട് ഈ രാഷ്ട്രീയത്തിന്റെ ഒരു ഇതൊന്നും അവർക്ക് അങ്ങനെ ഒരു ഇതില്ല. ഒരു ചെറിയൊരു പുച്ഛത്തോടു കൂടിയൊക്കെയാണ് പൊതുവെ കാണാറുള്ളത്. കുറച്ചുപേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ ടോപ്പിലിരുന്ന ആൾക്കാരൊക്കെ ചില ഇന്റർവ്യൂലൊക്കെ വന്നിരുന്ന മണ്ടത്തരങ്ങളൊക്കെ പറയും. അത് കാണുമ്പോൾ എനിക്ക് തോന്നി ഇവരൊക്കെയാണോ ഇവിടെ ഇരുന്നേ, നമുക്കൊരു സ്ഥലം തോന്നി. അല്ലാതെ എല്ലാവരും ഇല്ല, ഞാൻ കണ്ടിട്ടുള്ള കുറെ പേര് നല്ല ആൾക്കാരെ ജനറലൈസ് ചെയ്യണല്ല. ഈ ടോപ്പിൽ നിന്നിട്ട് വിരമിച്ചിട്ട് പ്രസ്താവനകൾ ഇറക്കുന്ന ആൾക്കാരുണ്ട്. എത്ര പേരുണ്ട്, മറ്റേ ആത്മാവിനെ കണ്ടവരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ വന്നിട്ട് അവരൊക്കെ ഇത് മുഖ്യമന്ത്രിയോ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലുള്ള സ്ഥിതി ഒരു റാഷണലായിട്ട് ചിന്തിക്കണമെങ്കിലും ബുദ്ധി വേണ്ടേ? അപ്പോഴത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ആളും അങ്ങനെയാണ് ചിന്തിക്കണം. അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഇതിനും ഒരു കോഴ്സ് തുടങ്ങാൻ പോവുക, ജ്യോതിഷത്തിന് ചേർന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് കോഴ്സ് തുടങ്ങാൻ. ഞാൻ ആലോചിച്ചു വൻ രീതിക്ക് ഇതാവും. എങ്ങനെ പഠിപ്പിക്കും? അല്ല, ജ്യോതിഷം പഠിക്കുന്ന സാധനം ഉണ്ടല്ലോ, പഠിപ്പിക്കണുണ്ടല്ലോ. പക്ഷെ അത് 3 വർഷത്തെ കോഴ്സായിട്ട് പഠിപ്പിക്കണം. കോഴ്സായിട്ടല്ല, കൂടാതെ ഇതായിരിക്കും അല്ലേ? എക്സാം മറ്റേ ഡിഗ്രി കിട്ടും. അങ്ങനെ അല്ലാണ്ട് മറ്റേ ഇതല്ല, പ്രൊഫഷണല് സർട്ടിഫിക്കറ്റ്. വൈവേക്ക് എങ്ങനെയായിരിക്കും? എന്റെ നക്ഷത്രം മൂലം ഇപ്പം ചൊവ്വയിൽ ഇരിക്കുന്നത് എന്ത്? ഒരു യോഗ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു ഇന്ത്യയിലാണെന്ന് തോന്നുന്നു നടത്തിയത്. അതില് 118 കോമ്പറ്റീഷൻ ഒന്നുണ്ട്. അതിൽ 100 വിൻ ചെയ്ത് ഇന്ത്യയാണ്. ബാക്കി എല്ലാ രാജ്യത്തിനും ഓരോന്നോരോന്ന് വെച്ചിട്ട്. അല്ല, ജ്യോതിഷ സത്യം പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കാശ് ഉണ്ടാക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം ചോദിച്ചാൽ മതി. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചോദിക്കും, നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര? അതിനെ കുറിച്ച് നമ്മൾ എന്തായാലും ഡീപ്പായിട്ട് വേറൊരു സാധനം. അല്ല, എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, അത് ഇൻസ്റ്റയിൽ തന്നെ വന്നായിരുന്നു ചെയ്യണേന്ന് പറഞ്ഞിട്ട്.
നമ്മൾ പറഞ്ഞില്ല നമുക്ക് ഒരു ദിവസം ലൈവിൽ തന്നെ അത് ചെയ്യാം, ഡെമോ ചെയ്ത് തന്നെ ചെയ്യാം. എനിക്കാണ് അതിന്റെ ഒരു ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് പെർമിഷൻ ആദ്യമേ കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ. ആപ്പ് ആണെങ്കിൽ കുറെ സാധനങ്ങൾ അതിൽ തന്നെ വലിക്കുമായിരിക്കും. എന്തായാലും അങ്ങനത്തെ ഒരു ആസ്പെക്റ്റും ഇപ്പൊ നടക്കുന്നുണ്ട്. അത് നമുക്ക് ഡിസ്കസ് അടുത്ത പോഡ്കാസ്റ്റിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മൾ കുറെ കാർഡ് കയറി അല്ലേ? വല്ലാണ്ട് കാർഡ് കയറി തോന്നുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാന്ന് തോന്നുന്നു. വളരെ നല്ലതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ എപ്പിസോഡിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റിൽ ഇടുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നീറ്റ് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് മാനസിക സമ്മർദ്ദം അനുഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളോട് അറിയാമെങ്കിൽ പറയുക. പറയാ. അപ്പൊ ഈ പോഡ്കാസ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഹൈപ്പ് ഒക്കെ ചെയ്യുക. അത് അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ബൈ.